കുഞ്ഞുമക്കൾക്കൊക്കെ ഇന്ന് ലഹരി എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഇത് പിടിച്ചു വാങ്ങിയാൽ കൊലപാതകം നടക്കും വീട്ടില്. ഇത് കൊടുത്താൽ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിൽ തുണി അലക്കാം. ഇത് കൊടുത്താൽ എത്ര നേരം ഏത് കഴിക്കാത്ത ഭക്ഷണം വരെ കഴിപ്പിക്കാൻ പറ്റും. ഇത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് സ്വസ്ഥതയും കിട്ടും വീട്ടിൽ. പക്ഷെ അവിടെ എല്ലാം നിങ്ങൾ ആലോചിച്ചോളുക, താൽക്കാലികമായ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി നിങ്ങൾ സമ്മാനിക്കപ്പെടുന്ന 2 ഇഞ്ച് വീതി 4 ഇഞ്ച് നീളമുള്ള ഈ സാധനം ഒരു മഹാദുരന്തത്തിലേക്ക് കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഉപാധിയാണ് ശൈശവ കാലഘട്ടങ്ങളിൽ ഇത് കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ വേലകൾ. പരിശുദ്ധ ഖുർആനില് പല ഹദീസും പല ആയത്തുകളും നമ്മളോട് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചില സൂചനകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. മാനവരാശിയുടെ നന്മയ്ക്കായി പ്രവാചക സന്ദേശം യുഗാന്തരങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ആധികാരികമായ ഗ്രന്ഥത്തിനകത്ത് മനുഷ്യത്വം സഹാനുഭൂതിയും ഹൃദയാന്തരങ്ങളിൽ നനവ് പടർത്തുന്ന ഒരു പിടി പ്രതീക്ഷകൾക്കും പ്രത്യാശകൾക്കും ഒക്കെ ബലവും ത്രാണിയും ഒക്കെ നമുക്ക് സമ്മാനിക്കപ്പെടുന്ന മനോഹരമായ പദസമ്പത്തുകളെ സന്നിവേശിക്കപ്പെട്ട പരിശുദ്ധമായ ഒരു ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനില് പല ഭാഗങ്ങളിലായിട്ട് പല ഹദീസ് ആയത്തുകളിലൊക്കെ ലഹരി എന്ന് പറയുന്ന ഈ സബ്സ്റ്റൻസിനെ കുറിച്ച് പ്രവാചക സന്ദേശങ്ങളില് നമ്മളെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ പറയപ്പെടുന്നു. ഡയറക്റ്റും ഇൻഡയറക്റ്റ് ആയിട്ടും പരിശുദ്ധ ഖുർആൻ നമ്മളെ സൂചന നൽകുന്നുണ്ട്. ആ സൂചനകളുടെ പരാമർശം കൊണ്ടും ഈ ചിത്രത്തെ പരാമർശം കൊണ്ടും സ്രാമ്പി ബസാറിലെ വിശ്വാസികളായി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. ഫിലിപ്പ് അമ്പാട് മാത്രമല്ല സംസാരിക്കുന്നത്, സ്രാമ്പി ബസാറിലെ പ്രിയപ്പെട്ട സഹചരി നിങ്ങളുടെ സംസാരം കൂടി ഞങ്ങൾ കാംക്ഷിക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട് സംസാരമാണ്. ആദ്യത്തെ ഒരു ചോദ്യം വേണമെങ്കിൽ നമുക്കൊരു ചോദ്യം കൂടെ ചോദിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഈ ലഹരി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? വാട്ട് ഈസ് മീനിങ് ഓഫ് ഡ്രഗ്സ്? അല്ലെങ്കിൽ ലഹരി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ലഹരി എന്ന് പറഞ്ഞ എന്താ? എന്നെ പിടിക്ക് മക്കളെ, എന്താ ലഹരി എന്ന് പറഞ്ഞാല്? അറിയില്ല. അവിടെ എന്താ പറഞ്ഞല്ലോ, പാലക്കാട് ക്ലാസ് എടുത്ത് തുടങ്ങുന്നപ്പോഴേ ഒരു നിക്കർ ഒരുത്തം ഇങ്ങനെ പൊക്കിയിട്ട് ചെറിയ എത്ര ഉള്ളൂ മൂക്കൊക്കെ തുടച്ചിട്ട് പറഞ്ഞെന്താണെന്നറിയോ? പൂസായി വരുന്നതാണ് ലഹരി. ഒരു ഉമ്മയോട് ചോദിച്ചു, ഉമ്മ എന്താ ലഹരി ചോദിച്ചു. എന്താ പൊന്നു മകളെ എന്നൊക്കെ കാണണമെങ്കിലേ വൈകുന്നേരം വീട്ടിൽ വന്നാൽ മതി, ഒരു 6-7 മണിയാകുമ്പോ അപ്പൊ കാണാ ലഹരി എന്താണെന്നുള്ളത്. എന്താണ് ലഹരി? മക്കള് പറയും, എന്താ ലഹരി എന്ന് പറഞ്ഞാല്? കള്ള്, മദ്യപാനം, പിന്നെ പുകവലി, പിന്നെ ഹാൻഡ്സ് വെക്കുക അല്ലേ, കഞ്ചാവ്. അപ്പൊ ഇതൊക്കെയാണ് ലഹരി. അപ്പൊ ഒന്നുകൂടെ രസകരമായി നമുക്ക് പറയാം, ഒരു പദാർത്ഥം, ഒരു സാഹചര്യം, പ്രത്യേകതരം വസ്തുക്കള്, ഇതിനോട് മനുഷ്യനൊന്ന് അമിതമായിട്ടുള്ള അടിമപ്പെടലല്ലേ ലഹരി എന്ന് പറയും. അപ്പൊ ഒന്നുകൂടെ മക്കളൊക്കെ കേട്ടോളൂ, മക്കളൊക്കെ കേൾക്കണം. ഒരു പദാർത്ഥം, പ്രത്യേക വസ്തുക്കള്, പ്രത്യേക സാഹചര്യം. അപ്പൊ എന്താ പറഞ്ഞ? ഒരു പദാർത്ഥം. ഒന്നിച്ചു പറഞ്ഞ മക്കൾ മാത്രം ഒന്നിച്ചു പറഞ്ഞേ. ഒരു പദാർത്ഥം, ഒരു പദാർത്ഥം, പ്രത്യേക വസ്തുക്കള് പറയൂ, പ്രത്യേക വസ്തുക്കള്, പ്രത്യേക സാഹചര്യം പറയൂ. അപ്പം ഒരു പദാർത്ഥം, പ്രത്യേക വസ്തുക്കള്, പ്രത്യേക സാഹചര്യം, ഇതിനോട് മനുഷ്യന് തോന്നുന്ന അമിതമായിട്ടുള്ള അടിമപ്പെടലിനെ ലഹരി എന്ന് പറയും. അപ്പൊ എന്താണ് പദാർത്ഥങ്ങള്? 1 രൂപയുടെ റോജാപ്പാക്കിൽ തുടങ്ങി മനുഷ്യനിർമ്മിതവും പ്രകൃതിത്വമായ, അതായത് സിന്തറ്റിക് ഡ്രഗായ മനുഷ്യനിർമ്മിതവും പ്രകൃതിത്വമായ കഞ്ചാവ്, പുകയില, ഈ സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് 1500-ൽ പരം ഖരപദാർത്ഥവും ദ്രാവകപദാർത്ഥവും ക്രിസ്റ്റൽ ടൈപ്പും പൗഡർ ടൈപ്പും പേസ്റ്റ് ടൈപ്പും അടങ്ങുന്ന ഈ ശൃംഖലകളെ മുഴുവൻ പദാർത്ഥത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. റോജാപ്പാക്ക്, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, പെത്തഡിൻ, ഹെറോയിൻ, ആഷിക്, ഫോമോൾ, ട്രിൻ, സ്റ്റോഫർ, ഫേസ് സ്ട്രിപ്പർ, അതുപോലെ തന്നെ എത്തഡിൻ, എക്സ്ട്രൂഷൻ, അങ്ങനെ അടങ്ങുന്ന 1500-ൽ പരം സാധനങ്ങളെ പദാർത്ഥത്തിൽ പെടുത്താം. അപ്പൊ ഒരു പദാർത്ഥങ്ങൾ, പ്രത്യേക വസ്തുക്കൾ പറയണ്ടേ. ഒരു വസ്തുവിന്റെ പേര് പറയും മക്കളെ. മൊബൈൽ ഫോൺ, പിന്നെ ഒന്നിന്റെ പേര് പറയൂ. ലാപ്ടോപ്പ്, പിന്നെ പേര് പറയൂ. ഏത്? TV, പിന്നെ പറയൂ. കമ്പ്യൂട്ടർ, പിന്നെ പറയൂ. ടാബ്. മുട്ടിക്കരാട്ടോ, സ്രാമ്പി സാറിലെ കുട്ടികളെ മുട്ടിക്കരാട്ടോ മകേഷേ, നല്ല കുട്ടികളാ. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വസ്തുക്കൾ പെടുത്താം. അപ്പൊ ഒരു പദാർത്ഥം, പ്രത്യേക വസ്തുക്കള്, പ്രത്യേക സാഹചര്യം ഉണ്ട്. എന്താ മക്കളെ സാഹചര്യം? ഒരു ഉമ്മ പറയാ, എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സാഹചര്യം. എന്റെ പൊന്നു സാറേ, എന്റെ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യൂല, ഓന്റെ കൂട്ടിട്ട് അവനെ അങ്ങനെ ആക്കിയതേ.
ആ കൂട്ടിട്ട് പോയി പെട്ടോടുകൂടി എന്റെ കുട്ടി ആകണ്ട് വസലായി. എന്റെ കുട്ടി എങ്ങനെ ചെയ്യൂല സാറേ, സത്യമായിട്ടും ചെയ്യൂല, ഉറപ്പുണ്ട്. സാഹചര്യം ഉമ്മാരൊക്കെ മനസ്സിലാക്കി കേട്ടോ. പ്രത്യേക പദാർത്ഥം, പ്രത്യേക സാഹചര്യം, പ്രത്യേക വസ്തുക്കൾ, ഇതിനോട് മനുഷ്യന് തോന്നുന്ന അമിതമായിട്ടുള്ള അടിമപ്പെടലിലെ ലഹരി എന്ന് പറയും. അപ്പൊ ഈ സാഹചര്യം, ഈ വസ്തുക്കൾ എന്താണ്, സാഹചര്യം എന്താണ്, പദാർത്ഥം എന്താണ്, ഏതിനോടാണോ മനുഷ്യന് അമിതമായിട്ടുള്ള അടിമപ്പെടൽ ഉണ്ടാകുന്നത്? ഈ പ്രസംഗിക്കാന്നുള്ള എനിക്ക് ലഹരിയാണ്, പാടുക എന്നുള്ള ലഹരിയാണ്, ഡാൻസ് ചെയ്യുന്ന ലഹരിയാണ്, ഭക്ഷണം കഴിക്കാനുള്ള ലഹരിയാണ്, വണ്ടി നല്ല സ്പീഡ് വിടുക എന്നുള്ള ലഹരിയാണ്. ഇതെല്ലാം ഏതിനോടൊക്കെ മനുഷ്യന് അമിതമായിട്ടുള്ള ആസക്തി തോന്നുന്നു, അതെല്ലാം ലഹരിയാണ്. അപ്പോ നമ്മൾ പറഞ്ഞു ഒരു പദാർത്ഥം, പ്രത്യേക വസ്തുക്കൾ, പ്രത്യേക സാഹചര്യം. സാഹചര്യം ഒന്നും കൂടെ പറയാം. തൃശൂർ നഗരത്തിലെ 16ഓളം വരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ കഴിവുള്ളവരാണ്, SSLC മുഴുവൻ വിഷയത്തിന് A+ വാങ്ങിയവരാണ്, പ്രബലരാണ്, സമൂഹത്തിൽ നല്ല മുഖ്യധാര പ്രതിവെടുക്കുന്ന മാതാപിതാക്കളുടെ മക്കളാണ്. ഈ 16 പേരടങ്ങുന്ന 6 പേർ എൻറോൾമെന്റ് കഴിഞ്ഞിരിക്കുന്ന തൃശൂർ സാഹിത്യത്തിന് നഗരത്തിനകത്ത് ഒക്ടോബർ മാസം 23, 2022 അർദ്ധരാത്രി 12 മണിക്ക് SA സംഘം ഈ 16 മെഡിക്കൽ വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ മുറിക്കകത്ത് വെച്ച് MDMA-യും ക്യാൻസർ ഇതര സാധനങ്ങളും അത് ഉപയോഗിക്കേണ്ട യന്ത്രസാധനങ്ങളും ഒക്കെ പിടികൂടുമ്പോ ഈ പ്രബുദ്ധ കേരളം കണ്ണ് നിറഞ്ഞുകൊണ്ട് നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ട് നോക്കി നിന്നതാണ്. കാര്യം എന്താ ഈ കുട്ടികൾക്ക് പറ്റിയത്? ശരീരശാസ്ത്രത്തെക്കുറിച്ചും ബോഡി അനാട്ടമിയെ കുറിച്ചും അറിവുള്ള, പരിജ്ഞാനമുള്ള, നാളെയുടെ ദിനങ്ങളിൽ രോഗികളെ ശുശ്രൂഷിക്കേണ്ട മനുഷ്യന്റെ ശരീരത്തിനകത്തുണ്ടാകുന്ന വൈകല്യത്തെ തിരിച്ചറിയുന്ന ആതുര മേഖലയിൽ പ്രതിയെടുക്കുന്ന 16ഓളം വരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ ഈ കടുത്ത സിന്തറ്റിക് ഡ്രഗിന് അടിമപ്പെട്ടത് എങ്ങനെയാണ്? സാഹചര്യം, സിറ്റുവേഷൻ. മക്കളെ, നിങ്ങളൊക്കെ ഇവിടുന്ന് പഠിക്കാൻ പോകും. ഉപ്പൊക്കെ നിങ്ങൾ നല്ലോണം ചെലവൊക്കെ ആക്കി ഉമ്മയൊക്കെ പറയും നമ്മളെ കുട്ടിയെല്ലാം പഠിച്ചോട്ടെ, ഉസൈമാന്റെ കുട്ടിയുണ്ടല്ലേ, സലാമിന്റെ കുട്ടിയുണ്ടല്ലേ, ബാംഗ്ലൂർ പോയി പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വിട്ടളി, നല്ല കുട്ടിയല്ലേ, ഒന്ന് നോക്കണ്ട, നമുക്ക് പൈസ ഉണ്ടല്ലോ, അവന്റെ ആഗ്രഹമല്ലേ, നടക്കട്ടെ എന്നൊക്കെ ഉമ്മ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കാൻ വിടും. നിങ്ങൾ വലിയ ബാഗൊക്കെ തൂക്കി തൂട്ടിക്കിട്ട് നിങ്ങൾ പോകും. കുറെ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുമ്പോ ഈ കൈതച്ചക്കനെ പോലെ മുള്ളൊക്കെ വെച്ച് നിങ്ങൾ വരും. മുടിയൊക്കെ ചെമ്പിച്ചിട്ടുണ്ടാവും, ആ രൂപ മാറിയിട്ടുണ്ടാവും. കുറെ കഴിഞ്ഞ് നിങ്ങൾ വരുന്ന വഴിക്ക് അവിടെ വാതി വഴിക്ക് വണ്ടി നിർത്തും. അപ്പൊ നിങ്ങൾ മൂക്കിൽ സാധനം ഉണ്ടാവും, ഒരു സാധനം എന്താ അറിയോ, ഈ പശുവിനൊക്കെ ഇടൂല, ഇങ്ങനെ മൂക്കിൽ റിങ് കണ്ടിക്കണോ, അതൊക്കെ നിങ്ങൾ ഇടും. അതൊക്കെ ഇട്ട് ഒരുപാട് പേര് എനിക്കറിയാം. എന്നിട്ട് അവിടെ ആ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന പകുതി വഴിക്കെത്തും, നാടുകാണി ചുരമൊക്കെ എത്തുമ്പോ അവിടെ ഒരു ബാത്റൂം ഒക്കെ വണ്ടി അവിടെ നിർത്തും. അവിടെ നിർത്തുമ്പോൾ ഈ സാധനങ്ങളൊക്കെ അഴിച്ചു മാറ്റി ഉമ്മയപ്പം കാണാൻ പറ്റില്ല. കാര്യം എന്താ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല കുട്ടിയാകണം. അപ്പൊ അങ്ങനെ കുറെ ആളുകൾ, നിങ്ങളെ കാര്യമല്ല പറയണേ, അങ്ങനെ കുറെ കുട്ടികളെ ഈ ഫിലിപ്പങ്ങളിൽ അറിയാം. അങ്ങനെ അവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ സാധനങ്ങളെല്ലാം ഉണ്ട്, അതൊക്കെ അഴിച്ചു മാറ്റും. അവിടെ ചെല്ലുമ്പോൾ വേറെ രൂപമാണ്. ബാംഗ്ലൂർ നഗരത്തില്, ഹൈദരാബാദ് നഗരത്തിലൊക്കെ അവിടുത്തെ ഫാഷനും അവിടുത്തെ രീതികളൊക്കെ അവിടെ സ്വീകരിക്കുമ്പോൾ പ്രത്യേക രീതികളാ. അപ്പൊ അവിടുന്ന് വേറെ രൂപവും ഭാവവും പ്രാപിച്ചു. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് നോക്കുമ്പോൾ ഇട്ടിരിക്കണ ഷർട്ടും പാന്റും ഇട്ടിരിക്കണ വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് ടീഷർട്ടൊക്കെ ഇടുന്ന കുറെ കുട്ടികളെയൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഒരു കണ്ടക്ടർ പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് 62 വയസ്സുണ്ട്, എന്റെ ടൂറിസ്റ്റ് ബസ്സിനകത്ത് നിർഭാഗ്യവശാൽ മാതാപിതാക്കളെ നിങ്ങൾ അറിയണം, നിങ്ങൾ അവിടെ നിന്ന് കുട്ടികളെ മക്കളെയൊക്കെ അവിടെ നിന്ന് കയറ്റുമ്പോൾ അവിടെ ഇരിക്കുന്ന സീറ്റിനകത്ത് അപ്പുറത്തേക്ക് നാളെയൊക്കെ നിങ്ങൾ നോക്കും. പക്ഷേ ഇതെല്ലാം ഒരു കപട നാടകങ്ങളാണ്. വണ്ടി യാത്ര ചെയ്ത് കുറെ പോകുമ്പോഴേക്കും ഇടവഴിയിൽ വെച്ചിട്ട് സുഹൃത്ത് കയറുന്നത് ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ആ സുഹൃത്ത് കയറുമ്പോൾ വളരെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആളോട് അങ്ങോട്ടും ഇങ്ങോട്ട് സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് അപേക്ഷിക്കുന്ന രംഗങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് പലപ്പോഴും. അവിടെ വെച്ചിട്ട് ഇവരുടെ കുശലാന്വേഷണങ്ങളും ശേഷം ഇവർ പോയി വണ്ടി, ഞാൻ ഭക്ഷണം കഴിക്കുന്നിടത്ത് വെച്ച് 5 മിനിറ്റ് വരെ ഭക്ഷണം കഴിക്കുന്നത് കാണാറില്ല. ഇവർ പെട്ടെന്ന് പോയി തിരികെ വരുമ്പോൾ ഇട്ടിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ആ ശരീരം മറച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ മാറ്റി നാമമാത്രമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് വന്ന് ചൊപ്പിയും ഒരു കണ്ണടയൊക്കെ വെച്ചുകൊണ്ട് വേഷപ്രച്ഛന്നം മാറിക്കൊണ്ട് കുട്ടികൾ വാഹനത്തിനകത്ത് ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്ന കാണുമ്പോൾ ഇവരെല്ലാം ഈ പ്രബുദ്ധ കേരളത്തിൽ നിന്ന് വരുന്നതെന്ന് ആശ്ചര്യപ്പെടുന്ന ഒരു അച്ഛനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ കരുതലാകുക, നിങ്ങൾ ശ്രദ്ധ ആലുക്കളാകുക എന്ന് അത് എറണാകുളം സ്വദേശിയായ ആ ഡ്രൈവർ സോഷ്യൽ മീഡിയയുടെ കുറിച്ചിട്ടപ്പം വളരെ മേച്ചമായ രീതിയിൽ അദ്ദേഹത്തിന് അണ്ടർ കമന്റുകളൊക്കെ എഴുതി. നിർഭാഗ്യവശാൽ നമ്മളൊക്കെ വിചാരിച്ചു അദ്ദേഹത്തിന്റെ ഒരു ഭാവനാത്മക സൃഷ്ടിയാണെന്നൊക്കെ നമ്മൾ കരുതി. അക്ഷരാർത്ഥത്തിൽ അതങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം അതിന് പിന്നിലുണ്ടെന്നുള്ള കാര്യം സാന്ദർഭികമായിട്ട് ഞാൻ ഈ വേദിയിൽ സൂചിപ്പിക്കപ്പെടുകയാണ്. പക്ഷേ ഇവിടെ എല്ലാമാണ് നമ്മുടെ ശ്രദ്ധയും കരുതലൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടത്. വീണ്ടും നമ്മൾ കാര്യത്തിലേക്ക് വരാം. അപ്പോ നമ്മളെ വീടൊന്ന് മാറി നിന്നാൽ, നമ്മുടെ സാഹചര്യം ഒന്ന് മാറിയാൽ, നമ്മുടെ വിശ്വാസ സംഹിതയ്ക്ക് കുറച്ച് മൂല്യച്യുതി സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചിന്തകളും നമ്മുടെയൊക്കെ മാർഗങ്ങളും ഒക്കെ ഒന്ന് വഴിമാറിപ്പോവും. അപ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി നമ്മുടെയൊക്കെ യാത്രയ്ക്കും നമ്മുടെയൊക്കെ ആ കൂട്ടുകെട്ടിനും ആ വിശ്വാസ സംഹിതയ്ക്ക് ചെറിയ കോട്ടങ്ങളൊക്കെ സംഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൂട്ടുകെട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആകപ്പാടെ തകിടം മറിഞ്ഞു പോകും. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും, ഞാൻ അങ്ങനെ അവനെ വളർത്തി വലുതാക്കിയതാണെന്ന്, ചെറുപ്പത്തിൽ തന്നെ മദ്രസയിലൊക്കെ പോയ കുട്ടിയാണ്, ഇതിലാണ് പാഠങ്ങൾ
അങ്ങനെ ആയിരുന്നു, അങ്ങനെ നടന്നൊരു കുട്ടിയായിരുന്നു, ഇപ്പൊ കണ്ടില്ലേ എന്നൊക്കെ നമ്മൾ പറയും. വെറും ധാരണകളൊക്കെയാണ്. മക്കളെ കുറിച്ച് ഞാനൊരു സൂചനകൾ നിങ്ങൾക്ക് തരാം. ലോകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സംശയിക്കപ്പെടേണ്ടത് നിങ്ങളുടെ മക്കളെയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ മക്കളെയാണ്. മറന്നു പോകണ്ട പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സംശയിക്കപ്പെടേണ്ടത്, സംശയാസ്പദമായ രീതിയിൽ നിങ്ങൾ വീക്ഷിക്കപ്പെടേണ്ടത് ഈ ഭൂമുഖത്ത് നിങ്ങൾ 9 മാസക്കാലത്തിന് ഉദരത്തിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് നൊന്ത് പ്രസവിച്ച നിങ്ങളുടെ മക്കളെയാണ്. പക്ഷേ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ വിശ്വസിക്കേണ്ടത് ആ നൊന്ത് പ്രസവിച്ച മക്കളെയാണ്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ദിവസം ഒരു കടലാസ് നിങ്ങൾക്ക് എടുക്കാൻ ഒരുപക്ഷെ കണ്ടു കഴിഞ്ഞാൽ ആ കടലാസിനകത്ത് എഴുതി വെക്കും, ഉമ്മ പൊറുക്കണം, ഞാൻ പോവുകയാണ്, എന്നെ അന്വേഷിക്കണ്ട. ഉമ്മ പൊറുക്കണം, ഞാൻ പോവുകയാണ്, എന്നെ അന്വേഷിക്കണ്ട. വയസ്സ് 16. പക്ഷേ എവിടെയാണ്, ആർക്കാണ് ഇവിടെ അക്കിടി പറ്റിയത്? അപ്പൊ അതുകൊണ്ട് ചില ഓർമ്മപ്പെടുത്തലുകളാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഇതൊരു സംസാരമാണ്, ക്ലാസ് അല്ല എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഇവിടെ ഈ സ്രാമ്പി ബസാറിൽ ഇരിക്കുന്ന നിങ്ങൾ മുഴുവൻ പേരും ഞങ്ങൾ ഈ സംസാരിക്കാൻ പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ സ്വന്തത്തിലോ ബന്ധത്തിലോ ഒക്കെ ഒരാവശ്യമില്ലാത്ത വിഷയമായിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ ഈ സംസാരിക്കുന്ന വിഷയം എന്നെ എങ്ങനെ സ്വാധീനിക്കും, അല്ലെങ്കിൽ ഇതെങ്ങനെ ഇദ്ദേഹം സംസാരിക്കുന്ന വാക്കുകളെ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് എങ്ങനെ ഉപകാരപ്പെടുത്താൻ പറ്റും, ഒരു ഇസ്ലാം മത വിശ്വാസിയായി എനിക്ക് എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്നത്, എൻ്റെ കടമകൾ എന്താണ്, ഒരുപക്ഷെ ഞാൻ ഇന്ന് വരെയും ചെയ്തിരിക്കുന്ന ചെയ്തികളാണോ ഇനി ഞാൻ ചെയ്യാനുള്ളത്. ഒരുപക്ഷെ ഇവിടേക്ക് വിശ്വാസികൾ മുഴുവനും, ഞാൻ പറയുന്നു ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല, പക്ഷെ ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾ ഏതെങ്കിലും ഒരു വ്യക്തി ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അറിഞ്ഞിട്ട് നിങ്ങൾ ആ വ്യക്തിയെ അത് വിൽപ്പന നിർത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ആസ്പ്രസയം കൺസേഡ് യുവർ ബിഗ് സീറോ, നിങ്ങൾ വലിയ വട്ടപൂജയാണ്, സംശയമില്ല. ആ വ്യക്തി ലഹരി പദാർത്ഥം വിൽപ്പന നടത്തുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ അത് നിർത്തലാക്കാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു ശ്രമം നിങ്ങൾ നടത്തിയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന പാപഭംഗിതമായ ഒരു രീതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമീപിക്കപ്പെടും. സംശയമൊന്നുമില്ല. കരുവാനോട് ഉമ്മ വന്നിട്ട് പറഞ്ഞു, എന്റെ വീട്ടിലെ വന്ന് മമ്പാട് പുലർച്ചെ 6 മണിക്ക് എത്തി, പലപ്പോഴും ഫോൺ വിളിച്ചെടുക്കാത്തത് കൊണ്ട് മകനായിട്ട് വന്നതാ, മകൻ വണ്ടിക്കകത്തിരിക്കുന്നുണ്ട്. ഉമ്മ വീട്ടിൽ വന്നിരുന്നു. കുറെ നേരം സംസാരിച്ചപ്പോൾ തന്നെ ഉമ്മയ്ക്ക് വലിയ സങ്കടം തോന്നി. പിന്നെ വലിയ ഉമ്മ ആ നാടശൈലി സംസാരിക്കാൻ തുടങ്ങി. സാറേ, അങ്ങനെ വളർത്തി എന്റെ കുട്ടിയെ അറിയുന്നക്ക് മൂപ്പരാണെങ്കിൽ പുക വലിക്കുന്ന ആളത്ത് നിൽക്കാതെ തന്നെ പോകാറില്ല, അങ്ങനത്തെ മനസ്സിലായിരുന്നു, അങ്ങോട്ട് നോക്കൂല, പുകവലിക്കുന്ന ഭയങ്കര വെറുപ്പെന്ന്. ഞങ്ങൾ താമസിക്കുന്ന ഒരു ബേക്കിൽ ഓൻ കള്ളുടിച്ച് വന്നിട്ട് സാറേ തൊള്ള തോന്നത്ത് അങ്ങനെ വിളിച്ചു പറയാ ചങ്ങായി. ഓൻ വിളിച്ചിങ്ങനെ പറയുമ്പോ തന്നെ വൈകുന്നേരം ഒരു 8-9 മണിയാകുമ്പോ തന്നെ അവനെ വീടിന്റെ മുന്നിലാണ്ട് കൊയഞ്ഞ് വീഴും. ആ ഓളെ തല്ലി കൊയങ്ങുമ്പോ ചങ്ങായിട്ട് അവിടെ വീണാട് കിടന്നുറങ്ങും. ഭക്ഷണം കഴിക്കില്ല, ഒന്നും കഴിക്കില്ല, അങ്ങനെ കിടക്കും. ഓള് വന്നിട്ട് വല്ല തുണിയോ ചാക്കോ പറമ്പൊക്കെ അതിന് മേലക്കാണ്ട് ഇടും. അങ്ങനെ ഓൻ പതുക്കെ പറഞ്ഞ് സൗണ്ട് ഇങ്ങനെ കുറഞ്ഞാണ്ട് കിടന്നുറങ്ങും. ഞങ്ങൾ ആ വീടിന്റെ വാതിലായിട്ട് തുറക്കാറില്ല, അങ്ങോട്ട് പോകാറുണ്ട്. എന്റെ മാപ്പിള അവിടെ ഒരു പട്ടിയെ ചടിച്ചലാറുണ്ട്. ഞങ്ങൾ ഓൻ വന്നുകൊണ്ട് ഭർത്താവ് തെറി പറയുമ്പോ ടി വി ആയിട്ട് ഓളിയം വെക്കും. ആ ഭാഗത്തേക്ക് തന്നെ പോകാറില്ല, അടുക്കള ഭാഗത്തേക്ക് ഒരു സാധനം ഇങ്ങോട്ട് കൊടുക്കാൻ ഒന്നും പോകാതെ അങ്ങനെ നിന്ന് അവസാനം കിട്ടിയ വിലക്ക് ഓനെന്തായാലും വിറ്റ് പോകൂല. കിട്ടിയ വിലക്ക് ആ വീട് സ്ഥലവും പറമ്പും ഞങ്ങൾ വിറ്റിങ്ങാണ്ടായിട്ട് പോന്നാണ് സാറേ. എന്നിട്ട് എന്റെ മോനെ ഞാൻ പഠിപ്പിക്കാനൊക്കെ വിട്ട് കണ്ടില്ല. ഇപ്പൊ 19 വയസ്സായി. കഴിഞ്ഞ രാത്രിയിലെ എന്റെ കുട്ടി 4 കാലിൽ വന്നൊക്കെ വീട്ടിക്ക് എന്റെ മോന് ഓരോ വണ്ടിയിലേക്ക് നല്ലോണം പറഞ്ഞ് ബോധപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കേണ്ട സാറേ, നിങ്ങളെ ഒരു ഒരുപാട് വെക്കുക. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, 19 വയസ്സുള്ള ഒരു മകനെ സർവശക്തൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അയൽവാസിയായ ഒരു പാവം പിടിച്ച സാധു സ്ത്രീയെ മദ്യപിച്ച് വന്നിട്ട് തല്ലി ആ മനുഷ്യൻ മടുക്കുമ്പോ കിടന്നുറങ്ങുമ്പോ ആ വീട്ടിലേക്ക് പോയിട്ട് ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ഒരു ബോധവൽക്കരണ സെഷനിൽ കൊണ്ടുപോകാനോ ഡിയർ സെന്ററിലേക്ക് കൊണ്ടുപോകാനോ നിനക്ക് സമ്പത്തുണ്ടായിട്ട് സാഹചര്യം ഉണ്ടായിട്ടും ഒരുപക്ഷെ നീ വീടിന്റെ വാതിലുകളെ കുറ്റിയിട്ട് ടിവിയുടെ ഓളിയത്തിന് ഉറക്ക വെച്ച് നീ നിന്നിലേക്ക് ഊഴിയിട്ടപ്പം അയൽവാസിയായ കുടുംബത്തിന്റെ വേദനകളെ കാണാതെ പോയതിന് ദുരന്തം 19 വയസ്സായ മകനെ സ്വപുത്രനെ സർവശക്തൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. കണ്ടിട്ടും കാണാതിരിക്കുന്ന കണ്ണുകളെ, കേട്ടിട്ടും കേൾക്കാതിരിക്കുന്ന കാതുകളെ, നമുക്ക് ചില ഓർമ്മപ്പെടുത്തലുകളാണ്. അതുകൊണ്ട് നഗരത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേര് വിശ്വാസികളുടെ മകലിനകത്ത്. നിങ്ങൾ കച്ചവടം ചെയ്യും, ഒരുപക്ഷെ തുണിക്കടയോ നിങ്ങൾ വെട്ടിക്കടയോ അല്ലെങ്കിൽ പക്ഷേ ഏതെങ്കിലും പലചരക്കടയോ നിങ്ങൾ നടത്തുന്നത്. പക്ഷെ തൊട്ടടുത്ത കടയിൽ ഒരു വിദ്വാൻ ഹാൻസ് വിൽക്കുന്നുണ്ടെങ്കിൽ ദേശവാസികളെ നിങ്ങൾക്കറിയാം ആരാ വിൽക്കുന്നത്. അവനെ അത് നിർത്തലാക്കാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമം നടത്തിയിട്ടില്ലെങ്കിൽ നിശ്ചയമാണ് നമ്മുടെ കുടുംബത്തിനകത്ത് ആർക്കെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേദന ലഭിക്കേണ്ടി വരും. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ, ഏതെങ്കിലും നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഭർത്താക്കന്മാര്
പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറയണം, ഇക്കാക്ക ആ പീടിയിലുള്ള സാധനങ്ങളൊക്കെ സ്റ്റോക്ക് തീരുന്നവരെ വിറ്റുകാണ്ട് നമുക്ക് സാധനം വേണ്ട എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ ഭർത്താവ് അത് കേട്ടാൽ നിങ്ങളുടെ 7 തലമുറയെ സർവശക്തൻ പടച്ച റബ്ബ് ഇങ്ങനെ ഉള്ളെങ്കിൽ സംരക്ഷിച്ചോളൂ. നിങ്ങളുടെ മക്കളെ എവിടെ വിവാഹം ചെയ്ത് അയക്കുമ്പോഴും ഒരു കുടുംബത്തും പോയിട്ട് നിങ്ങൾ അന്വേഷിക്കേണ്ട ചെറുക്കം വലിക്കോ കുടിക്കോ ഒന്നും നിങ്ങൾ ചോദിക്കണ്ട. ചെറുക്കം വലിക്കോ കുടിക്കോ ഒന്നും നിങ്ങൾ ചോദിക്കേണ്ട. കാര്യം എന്താ? അങ്ങനെ ചോദിക്കുന്നവര് നിങ്ങൾ ഓർത്തോളൂ, ഭയമുള്ളവരായിരിക്കും, പേടിയുള്ളവരായിരിക്കും. തലമുറകള് പുകയില കച്ചവടം ചെയ്യുന്ന, ഇല്ലെങ്കിൽ ഈ പറയുന്ന സിഗരറ്റ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരായിരിക്കും. കടയ്ക്കകത്ത് വിൽക്കുന്നവര് ആരെങ്കിലും വിദേശത്തുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ സിഗരറ്റ് വലിക്കുന്നവൻ കല്യാണം ആലോചിച്ച് വന്നാല് പ്രിയപ്പെട്ടവരെ ആ മകളെ കെട്ടിച്ചു കൊടുക്കണം. ആ മകളെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണം. ഓൻ വലിച്ചോട്ടെ, നമ്മൾ വിൽക്കുന്ന ആൾക്കാരാണല്ലോ. സ്രാമ്പി ബസാറിലെ ആളുകൾ മുഴുവനും സിഗരറ്റ് കച്ചവടക്കാരാണെന്നല്ല ഫിലിപ്പ് അമ്പാട് പറയുന്നത്. ഇവിടെ ഒരു ക്യാമറ തുറന്നിരിക്കുന്നുണ്ട്. ആ ക്യാമറയ്ക്ക് എന്റെ വാക്കുകൾ ഞാൻ സമർപ്പിക്കപ്പെടുകയാണ്. ദേശം വിട്ടെന്റെ വാക്കുകൾ പോയാൽ അത് കേൾക്കുന്നവരെ കാതുകളിലും ചിന്തകളിലും ഒരു പുനർചിന്തനം ഉണ്ടാക്കണമേ എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്റെ സംസാരത്തിന് പിന്നിൽ. അതുകൊണ്ട് സ്രാമ്പി ബസാറിലെ ആളുകൾ, വിശ്വാസിക മകലിലെ മുഴുവൻ ആളുകളും ഇവിടെ സിഗരറ്റ് വിൽക്കുന്നവർ, അവർക്ക് ബോധവൽക്കരണത്തിനല്ല ഫിലിപ്പോട് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം നല്ല ദീനി സ്വഭാവമുള്ള നിഷ്കളങ്കരായ സഹവർത്തിത്വവും സഹാനുഭൂതിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗണത്തിനെ എനിക്കിവിടെ കാണാൻ പറ്റണം. അത് നിങ്ങളുടെ താളവും ബോധ്യവും നിങ്ങളുടെ കണ്ണുകളിലും അതുണ്ട്. പക്ഷേ ചില സന്ദേശങ്ങളെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് സൂചന കൊടുക്കണം. അതിനാണ് ശബ്ദവും വെളിച്ചവും ഒക്കെ ദൈവം നമുക്ക് സമ്മാനിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ചില സൂചനകളെ കണ്ടിട്ട് നമ്മൾ കാണാതിരിക്കരുത്. ഇവിടെ ഇരിക്കുന്ന ഈ അടുത്തിടയ്ക്ക് ഉമ്മനോട് പറഞ്ഞു, സാറേ എങ്ങനെയാ ഈ കാലത്തിലൊക്കെ കുട്ടികളെ പുറത്തേക്ക് ഒന്ന് വിടുക, അത്ര പേടിയാകാണ് സാറേ, കണ്ടില്ലങ്ങള് എങ്ങനെ എന്റെ മോനെ പുറത്തേക്ക് വിടുക? ഓ എപ്പോഴും പറയണു ഹൈദരാബാദിൽ പോയി പഠിക്കണം. ഓന് ഭയങ്കര ആഗ്രഹം സാറേ, എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കണം എന്ന് പറയണം. എന്റെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെ ഇപ്പൊ വിടുക അങ്ങോട്ട് സാറേ? ഈ എഡിറ്റിംഗും പരിപാടി ഇതൊക്കെ പഠിക്കണ കുട്ടികളെ മുടിയും താടിയും മറ്റുള്ള രൂപവും എന്തൊക്കെയോ കൊത്തി വെച്ചൊക്കെ ഇവിടെ പേടി, അങ്ങനെ വളർത്തിയ കുട്ടിയാണ് സാറേ, എങ്ങനെ ഇപ്പൊ വിടാണ്ട് പറ്റുക? ഇപ്പൊ വിട്ട് ഞാൻ തിരിച്ചു വരണം, എങ്ങനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ സാറേ? എങ്ങനെ നിങ്ങളൊന്ന് പറയും, നിങ്ങൾ അഭിപ്രായം കേട്ടിട്ട് വിടാതൊക്കെയാണ്. അപ്പോ ഇങ്ങനെയുള്ള സാധാരണമായ വിഷമങ്ങളൊക്കെ സാധാരണ അമ്മമാർക്കൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. കാര്യം എന്താ? ദേശം വിട്ടുപോയാൽ നമ്മുടെ ചിറകടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തിനകത്ത് മക്കൾ എവിടെ പോകും, എങ്ങനെ പോകും നമുക്ക് പറയാൻ പറ്റൂല. ഞാൻ പലപ്പോഴും മക്കളെ എന്ന് ഞാൻ ഉച്ചരിച്ചുകൊണ്ട് വിളിക്കുന്നത് മക്കളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്. കാര്യം എന്താ അറിയോ? ഇവിടെ ഒരു പാട്ടോ ഇവിടെ ഒരു കഥയോ രചനയോ ഒന്നും അല്ല. കാര്യം അവരുടെ ശ്രദ്ധ പോകും, മക്കളുടെ ശ്രദ്ധ പോകും. അതുകൊണ്ട് അവർ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മക്കളെ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുമക്കളൊക്കെ ശ്രദ്ധിച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിനകത്തും നിങ്ങൾ ഇവിടുന്ന് ഏതെങ്കിലും ദൂരദേശത്ത് വേണ്ട ഒരു ജില്ല വിട്ട് പുറത്തേക്കൊന്ന് പോയാൽ മതി. അവിടെ പോകുമ്പോ ഒരു പക്ഷേ ഏതെങ്കിലും കൂട്ടുകെട്ടുകളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളൂ, തൊട്ടപ്പുറത്ത് ഒരു ടേബിളിന്റെ അപ്പുറത്തിരിക്കുന്ന ഒരു സുഹൃത്ത് നൽകുന്ന ഏതെങ്കിലും ഒരു പാനീയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രിങ്ക്സോ നമ്മുടെ കയ്യിൽ തരുമ്പോൾ ശ്രദ്ധിക്കണം, ആ ഡ്രിങ്ക്സ് കുടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ 2 വട്ടം ചിന്തിക്കണം. ചിന്തിക്കേണ്ട എങ്ങനെയാണ്? എന്റെ ചില ചിന്തകൾ സംശയാസ്പദമായി ഇന്നിന്റെ കാലത്ത് ഞാൻ ജീവിക്കേണ്ട ചുറ്റുപാടായതുകൊണ്ട് ചെറിയ സംശയങ്ങൾ നമ്മളതിൽ കൊണ്ടുവരണം. നമ്മുടെ ഏറ്റവും വിശ്വാസമല്ലാത്ത ആരെങ്കിലും നമ്മളോട് ഏതെങ്കിലും പാനീയങ്ങളോ ജലമോ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് തന്നാല് അത് വാങ്ങാനും കുടിക്കാനുമുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഒരുപക്ഷെ അപ്പുറത്തിരിക്കുന്നവര് ചൂണ്ടുവിരൽ നമ്മൾ തരുന്ന ആ വെള്ളത്തിനകത്തോ ജ്യൂസിനകത്തോ വിരലെന്ന് അമർന്നാൽ മതി. ആ നഖത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇന്നിന്റെ കാലത്ത് ലഭിക്കുന്ന വീര്യം കൂടിയ സിന്തറ്റിക് ഡ്രഗ് എത്രമാത്രം നഖത്തിനകത്തുണ്ടോ അത്രമാത്രം മതി ഒരു വ്യക്തിയുടെ, ഒരു പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ ആന്തരിക അവയവത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആ കുട്ടിയിൽ ഉണ്ടാക്കുന്ന മാനസിക വൈകാരിക ശാരീരിക ചലനങ്ങള് കേവലം മൈക്കിലൂടെ വിളിച്ചു പറയേണ്ട സംഭവമല്ല. ആ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന ചിന്തകള് കേവലം ഒരു മൈക്കിലൂടെ പറഞ്ഞാൽ തീരുന്നതല്ല. അപ്പൊ അതുകൊണ്ട് നിറവില്ലാത്ത, മണമില്ലാത്ത, രുചിയില്ലാത്ത, ചമർപ്പോ ഇല്ലാത്ത ഈ സാധനം ഒരു പാനീയത്തിനകത്തേക്ക് 3 സെക്കൻഡുകൾ ഒരു നഖത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ സിന്തറ്റിക് ഡ്രഗ് 3 സെക്കൻഡ് ഈ ജ്യൂസിനകത്തേക്ക് വിരലെന്ന് അമർന്നു വെച്ചാൽ അത് കുടിക്കുന്ന മാത്രയില് അവരിലുണ്ടാക്കുന്ന മാനസിക മനോധർമ്മങ്ങള് കേവലം വാക്കുകൾക്ക് അതീതമാണ്. അപ്പൊ അതുകൊണ്ട് അതിനുശേഷം അവരിലുണ്ടാക്കുന്ന ചിന്തകള് കേവലം ഒരു ചിന്തയല്ല, ഒരുപക്ഷെ അസാധ്യമായി ധൈര്യവും അസാധ്യമായ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കുന്ന രീതികൾ കൈമാറ്റപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില ഓർമ്മപ്പെടുത്തലുകളാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ പ്രബുദ്ധ കേരളത്തില് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള
ചർച്ചകളും സെമിനാറും ഇത്രമേൽ നടന്നതായിട്ട് മുൻകാലങ്ങളിൽ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ നബിദിനാഘോഷമൊക്കെ നടന്നപ്പോഴൊക്കെ എല്ലാ നബിദിനാഘോഷം നടന്ന സദസ്സുകളിൽ ഞാനും മകേഷ് ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അവിടെ എല്ലാം പോയിരിക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് പോയിരിക്കണേ. സകലമാന ഹൈന്ദവ ക്ഷേത്രങ്ങൾ, എനിക്കൊന്ന് 68-69 ഹൈന്ദവ ക്ഷേത്രങ്ങൾ അടുത്തിടയ്ക്ക് റീസെന്റ് ഈ ഒക്ടോബർ തൊട്ട് ഈ പറയുന്ന ഫെബ്രുവരി മാസത്തിനകത്ത് ഞാനും മകേഷും പോയിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ മുഴുവൻ ഞങ്ങൾ സംസാരിക്കാൻ ഉത്സവത്തിന്റെ ഇടയിലെ ആ വലിയ പടുത്തുയർത്തിരിക്കുന്ന ആ വേദിയിൽ ഞങ്ങൾ സംസാരിക്കാൻ പോയത് മുഴുവൻ വിശ്വാസികൾക്ക് ലഹരിയെ കുറിച്ചിട്ടാണ്. ക്രൈസ്തവ ദേവാലയങ്ങൾ കുർബാനകൾക്ക് ശേഷം പല സ്ഥലങ്ങളും പള്ളിപ്പെരുന്നാളെല്ലാം ഞാനും മകേഷും പോയി സംസാരിക്കാൻ പോയി ലഹരിയെ കുറിച്ചാണ് സംസാരിക്കാൻ പോയത്. കാര്യം എന്താ, ഇപ്പൊ നോക്കിക്കോളൂ, അധ്യാപകർ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരുതൽ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ലഹരിക്കെതിരെ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നു. യോദ്ധം എന്ന പേരിൽ ഒരു വാട്സപ്പിന്റെ നമ്പറുകളും അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കാം, വോയിസ് അയക്കാം, ലൊക്കേഷൻ അയക്കാം. ലഹരി പറയുന്ന സബ്സ്റ്റൻസുകൾ വിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നടപടികൾ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിമുക്തി ശ്രദ്ധ എന്ന് പറയുന്ന ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നു. സകലമാന ഇടങ്ങളിൽ ലഹരിക്കെതിരെ നാടുണർന്നിരിക്കുകയാണ്. എന്തിനാണ് ഇത്രമേൽ ജാഗ്രത? ഈ ആധുനിക കാലഘട്ടം ലഹരി പദാർത്ഥത്തിന് വേണ്ടിയിട്ട് വഴിമാറ്റപ്പെട്ടിരിക്കുന്നതിനാണ്. അവിടെയാണ് നമ്മുടെ ശ്രദ്ധ ഒന്നുകൂടെ നമ്മൾ കൺതുറന്നിരിക്കേണ്ടത്, ഒന്നുകൂടെ കാതു കൂർപ്പിച്ചിരിക്കേണ്ടത്. ഒരുപക്ഷെ നിങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് പല പത്രങ്ങൾ വേണ്ടി എടുത്തു. ഞങ്ങളെ വണ്ടി 3 പത്രമുണ്ട്. ആ പത്രത്തിനകത്ത് 1985 മനോരമ പത്രം അച്ചടിച്ചിരിക്കുന്നത് കോഴിക്കോട് എഡിഷനാണ്. അടിച്ചിരിക്കുന്ന വാർത്ത ഇങ്ങനെയാണ്: കോഴിക്കോട് ബംഗ്ലാദേശ് കോളനിയിൽ ഒരു യുവാവിന്റെ കയ്യിൽ നിന്ന് 10 ഗ്രാം കഞ്ചാവ് പിടികൂടി. വർഷം 1985. അത് 89 അച്ചടിച്ചിരിക്കുന്ന പത്രം തിരുവനന്തപുരം എഡിഷനാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് 2 വ്യക്തികളുടെ കയ്യിൽ നിന്ന് 65 ഗ്രാം കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു. 65 ഗ്രാം. The detection in Trivandrum. എല്ലാ പത്രത്തിലും വാർത്ത വന്നിരിക്കുകയാണ്. പക്ഷേ വർഷം 8 കഴിഞ്ഞപ്പം പിന്നെ അടുത്ത ഡിറ്റക്ഷൻ നടന്നിരിക്കുന്നത് തൃശ്ശൂരിലാണ്. 1.25 കിലോ കഞ്ചാവ് പിടികൂടിയിരിക്കണോ. അങ്ങനെ കഴിഞ്ഞ് വന്നപ്പം ഈ 2022 സെപ്റ്റംബർ മാസം 23-ാം തീയതി ആലുവ സ്വദേശികളായ 22 വയസ്സായ 2 ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് മുംബൈ DRD സംഘവും ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ DRD എൻഫോഴ്സ്മെന്റും സംയുക്തമായിട്ട് 198 കിലോഗ്രാം മെത്തലിം ഡയോക്സി മത്താഫിറ്റം എന്നറിയപ്പെടുന്ന മാരകമായ സിന്തറ്റിക് ഡ്രഗായ MDMA പിടികൂടി. അവ 198 കിലോഗ്രാം MDMA ആഗോള മാർക്കറ്റിൽ വില എത്രയാണ്? 1498 കോടി രൂപ. 1498 കോടി രൂപ ആരാണ് ഇൻവെസ്റ്റ് ചെയ്തത്? ആരാണ് ഈ ഫണ്ട് സ്വരൂപിച്ചത്? ആരാണ് ഇതിന് ഇടനിലക്കാരൻ? ആരാണ് ഇത് സെയിൽ ചെയ്യുന്നത്? എവിടെ ഉണ്ടാക്കി, എവിടെ നിന്ന് കൊണ്ടുപോകുന്നു, എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ആരാണ് ഈ 2 വ്യക്തികൾ ഇതിലേക്ക് കൊണ്ടുവന്നത്? വലിയൊരു ചോദ്യചിഹ്നമാണ്. ഈ ചോദ്യം എത്തി നിൽക്കുന്ന അവിടെയാണ്. ഇനി ഒന്നും വേണ്ട, 4 ദിവസങ്ങൾക്ക് മുമ്പ് മഞ്ചേരി എന്ന് പറയുന്ന പട്ടണത്തിനകത്ത് വെച്ചിട്ട് എന്റെ സുഹൃത്തു കൂടിയായ ഷെഫീഖ് അടങ്ങുന്ന സംഘം 3 കോടി രൂപയുടെ MDMA പിടികൂടിയിരിക്കുന്നു. 3 കോടി രൂപയുടെ MDMA പിടികൂടിയിരിക്കുന്നു മഞ്ചേരി പട്ടണത്തിൽ വെച്ചിട്ട് 4 ദിവസങ്ങൾക്ക് മുമ്പ്. ആർക്കാണ് ഈ സാധനം കൊണ്ടുവന്നത്? ആരാണ് ഉപയോഗിക്കുന്നത്? ഒരുപക്ഷെ വിടിരിക്കുന്ന ഉമ്മമാരെ ശ്രദ്ധിച്ചോളൂ. മക്കളുടെ കയ്യിൽ സിഗരറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, പുകയുണ്ട്, ചാരമുണ്ട്, തീയുണ്ട്. കുട്ടികൾക്കറിയാം അവസാനം ഞാൻ ചാരമായി പോകും. എന്റെ പല്ലുകൾക്ക് മനോഹരമായി ചിരിപടർത്തുന്ന എന്റെ ദന്തഗോപുരങ്ങള് കറ പിടിച്ച് അതിനകത്ത് പുഴുക്കുത്ത് വീണ് നശിക്കാനുള്ള ഒരു ഉപാധിയാണ് ഈ പറയുന്ന സാധനം. എന്റെ ആന്തരിക അവയവങ്ങള്, എന്റെ ശ്വാസോച്ഛ്വാസത്തിനകത്ത് ഇന്റേണൽ ഓർഗൻസ് മുഴുവനും ക്ഷതം വന്ന് മുറിവേറ്റപ്പെട്ട് എനിക്ക് മരണത്തിലേക്ക് ഞാൻ നടന്നെടുക്കുമെന്നുള്ള ബോധ്യം തലമുറകൾക്കുണ്ട്. അതുകൊണ്ട് തലമുറകൾ നോ എന്ന് പറയും. സിഗരറ്റ് കൊടുത്താൽ വേണ്ട എന്ന് പറയപ്പെടും. മദ്യം കൊടുത്താൽ അവർക്കറിയാം മദ്യം കരളിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ മാരകമായ ഒരു മിഥൈൽ ആൽക്കഹോൾ എന്ന് പറയപ്പെടുന്ന ഒരു അസംസ്കൃതമായ പദാർത്ഥമാണ് ഈ പറയുന്ന ചാരായം, അല്ലെങ്കിൽ ഈ ബ്രാൻഡി, കള്ളിലെ വിസ്കിയൊക്കെ അറിയാം. പക്ഷെ അതിനകത്ത് ഗന്ധമുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് താളം തെറ്റും, ധാർമ്മിക മൂല്യബോധ ചിന്തകൾ നശിച്ചു പോകും, ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ നശിച്ചു പോകും. ഒരു വിശ്വാസ സമിതിക്ക് പറ്റുന്ന സാധനമല്ല. എന്റെ മതം എന്നെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഒളിഞ്ഞും പാത്തും പരസ്യവും അല്ലാതെയും ഒന്നും സാധനം ഉപയോഗിക്കാൻ പാടില്ല എന്ന് എന്റെ മതം എന്നെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ സാധനവും മക്കൾക്ക് തിരിച്ചറിവുണ്ട്. പക്ഷേ ഈ പറയുന്ന ഇന്നിന്റെ കാലത്ത് ഏറ്റവും വില്ലനായ, ഏറ്റവും കുപ്രസിദ്ധി നേടിയ ഈ പറയുന്ന മാരകമായ ആറ്റം ബോംബിനേക്കാളും ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ട അണുബോംബിനേക്കാളും 10 ഇരട്ടി പ്രകടശേഷിയുള്ള സാധനമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഇന്ന് ലഭിക്കുന്ന MDMA, മെത്തലിം ഡയോക്സി മെത്താംഫെറ്റമിൻ. 29 ആറ്റങ്ങളുടെ സങ്കലനം, 11 കാർബൺ,
15 ഹൈഡ്രജൻ, 2 നൈട്രജൻ, 1 ഓക്സിജൻ തന്മാത്രയും കൂടി ചേർന്ന 29 ആറ്റങ്ങളുടെ സങ്കലനമാണ് മെത്തലിയം ഡയോക്സി മെത്താഫിറ്റമിൻ. കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അറിയാം, ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അറിയാം. ഈ സാധനം മനുഷ്യ മസ്തിഷ്കത്തിനകത്തുണ്ടാക്കുന്ന വിസ്ഫോടനാത്മകമായ ചിത്തഭ്രമം കേവലം വാക്കുകൾക്ക് അതീതമാണ്. മനുഷ്യ മനസ്സിന്റെ ഹൃദയാന്തരങ്ങളിൽ ബ്രെയിനകത്ത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന നമ്മുടെ തലച്ചോറകത്ത് ഉണ്ടാക്കുന്ന ഉദ്ദീപനങ്ങൾ, സ്റ്റിമുലേഷൻസുകൾ കേവലം വേദികൾ പറയപ്പെടാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ്. നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റി എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാനും, മകേഷ് ചിത്രോണവും. ഈ ലഹരി സബ്സ്റ്റൻസുകളെ കുറിച്ച് പൊതുവേദിയിൽ സംസാരിക്കുന്നതിന് സർക്കുലർ നിലനിൽക്കുന്നുണ്ട്. ക്യാമറകൾക്ക് മുന്നിൽ സംസാരിക്കുന്നതിന് ചില നിബന്ധനകളുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ചില സർക്കുലറുകളുണ്ട്. അത് പാലിക്കപ്പെടാൻ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് ഈ സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ചില വൈകൃതങ്ങളും ചില മനോനിലകളും ഒന്നും വേദിയിൽ പരസ്യപ്പെടുത്താൻ പാടില്ല. കാരണം കുട്ടികൾ നിഷ്കളങ്കരാണ്, ആരോ അത്ഭുതങ്ങളും ഇതിഹാസങ്ങളും തേടി പോകുന്നവരാണ്. എന്നാൽ അത് ഉപയോഗിച്ച് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുന്ന ചിന്തകളുള്ളവരാണ് കുഞ്ഞുങ്ങൾ. കാരണം കുഞ്ഞുങ്ങൾ ലഹരി ഉപയോഗിച്ചാൽ ഒരിക്കലും കുഞ്ഞുങ്ങൾ കരയാറില്ല, അവർ ആസ്വദിക്കുകയുള്ളൂ. കാരണം കരയുന്നവരാരാ? അവരെ നൊന്ത് പ്രസവിച്ച ഉമ്മമാരും ഉപ്പമാരും അവരെ കുറിച്ച് കരയുള്ളൂ. കാര്യം അവന്റെ ഭാവി പോയല്ലോ എന്ന്. കാര്യം കുഞ്ഞുങ്ങൾ ഉപയോഗിക്കാൻ കാര്യം എന്താ? ചിന്തയില്ല അവന്. കാര്യം ഈ MDMA എന്ന് പറയപ്പെടുന്ന സാധനം ഒരു 40 വയസ്സ് കഴിഞ്ഞ് ഒരു വ്യക്തി ഉപയോഗിക്കുന്നതായിട്ട് ചരിത്രം രേഖപ്പെടുന്നില്ല. കാര്യം എന്താ? ഈ 40 വയസ്സായ ആളുകൾക്കൊക്കെ അറിയാം, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 6 വർഷം മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ. പല്ല് പൊഴിഞ്ഞു പോകും, 4 വർഷം കൊണ്ട് ആന്തരികത്തിന് ക്ഷതമേൽക്കും, മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റുള്ളൂ, ഇന്റർണൽ ബ്ലീഡിംഗ് ഉണ്ടാവും, ആരോഗ്യപരമായ കുടുംബം ഞാൻ നയിക്കാൻ പറ്റില്ല, ആരോഗ്യപരമായ ദാമ്പത്യ യുവത്തിനകത്ത് മൂല്യച്യുതി സംഭവിക്കുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഈ 40 വയസ്സ് കഴിഞ്ഞ് ആരും ഈ പറയുന്ന ഇന്നത്തെ കാലത്ത് ലഭിക്കുന്ന MDMA, അതായത് ഈ മെത്തലിൻ ഡയോക്സി മെത്താഫിറ്റമിൻ എന്നറിയപ്പെടുന്ന ഈ വെളുത്ത ക്രിസ്റ്റൽ ടൈപ്പിലുള്ള ഈ പൊടിയോ ഈ ദ്രാവക രൂപത്തിൽ കിട്ടുന്ന ഈ സാധനം ഉപയോഗിക്കൂല. കാര്യം എന്താ? ബോധമുണ്ട്, ബോധ്യമുണ്ട്. പക്ഷെ കുട്ടികളാണ്, 21 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നതാണ് ഏറ്റവും വേദനാജനകം. കാര്യം എന്താ? കുട്ടികൾ നിഷ്കളങ്കരാണ്, അവർ അത്ഭുതങ്ങളെയും ഇതിഹാസങ്ങളെയും തേടി പോകുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കണക്കെനിക്ക് രേഖപ്പെടുത്തണമെന്ന്, പക്ഷെ ക്യാമറയും ലൈവൊക്കെ നടക്കുന്നുണ്ട്, രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഹൈഡ് ചെയ്യപ്പെടുകയാണ്. ബാലസംരക്ഷണ അവകാശം നിലനിൽക്കുന്ന ഒരു ഭാരതത്തിലാണ് ഞാനും നിങ്ങളും. ശിശു സംരക്ഷണ നിയമം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഊരോ പേരോ വയസ്സോ ദേശമോ FIRകളോ എത്ര കുട്ടികൾ ജില്ലയിൽ MDMAക്ക് അടിമപ്പെട്ടിട്ടുണ്ടെന്ന് പൊതുവേദിയിൽ സംസാരിക്കാൻ പാടില്ല. മലപ്പുറം ജില്ല എന്ന് പറയപ്പെടുന്ന ഈ ദൈവത്തിന്റെ നാട്, ഈ സ്നേഹസമ്പന്ന നാട് മഹാദുരന്തത്തിലെത്തി നിൽക്കുകയാണ്. ഈ പറയുന്ന വീര്യം കൂടിയ സിന്തറ്റിക് ഡ്രഗ്, ഈ സബ്സ്റ്റൻസുകൾ ഉപയോഗിക്കുന്നതിൽ കേരളത്തിനകത്ത് 3ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ല, നമ്പർ 3. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജാഗരൂകരായി കണ്ണ് തുറന്നിരിക്കുക, കാതുകൾ തുറന്നു വെക്കുക. നമ്മുടെ ദേശത്ത് ഉസ്മാന്റെയോ ബീരാന്റെയോ സുലൈമാന്റെയോ അല്ലെങ്കിൽ മുജീബിന്റെയോ കുട്ടന്റെയോ ഇല്ലെങ്കിൽ നമ്മുടെ സതീശന്റെയോ മകൻ ലഹരി പദാർത്ഥത്തിന് അടിമപ്പെട്ടാൽ, അവനെ പോലീസ് വന്ന് പിടിച്ചാൽ പീഡിയക്കൊലയിലോ വീട്ടിലോ അല്ലെങ്കിൽ അയൽക്കൂട്ടങ്ങളിലോ നഗരത്തിലോ പൊതുവേദികളിൽ നിന്ന് നമ്മൾ സംസാരിക്കരുത്, അവരെ നോക്കി കളിയാക്കരുത്. ആ വീടിന്റെ ഉമ്മറപ്പടിയിലേക്ക് നമ്മൾ കടന്നു എന്നിട്ട് പറയണം, ഞങ്ങളുണ്ട് കൂട്ടത്തിൽ സതീശ, നീ സങ്കടപ്പെടേണ്ട, ഞങ്ങളുടെ മകനുണ്ട് കൂട്ടത്തിൽ എന്ന് പറയണം, ചേർത്ത് പിടിക്കണം, കൊണ്ടുപോകണം DA സെന്ററിലേക്ക്. ആ നാടിന്റെ ശാപം എന്ന് പറയപ്പെടുന്നത് ഉസ്മാന്റെ മകൻ അതിനകത്ത് അടിമപ്പെട്ടാൽ ഈ മകനിന്റെ ശാപമാണ്. സ്രാമ്പി ബസാർ എന്ന് പറയുന്നത് ദേശത്തിന്റെ ശാപമാണ്. അതുകൊണ്ട് ആ കുട്ടിയെ കുറ്റപ്പെടുത്തണ്ട. അറിയാതെയും അറിഞ്ഞും ഒരുപക്ഷെ കുട്ടികൾ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വില്ലനാണ് ഇന്നിന്റെ കാലത്തെ ഈ പറയുന്ന ഈ സിന്തറ്റിക് ഡ്രഗ്. അറിഞ്ഞുകൊണ്ട് ആരും അതിനെ പോയി കൂട്ടിക്കൊണ്ടൊരു ആവശ്യമൊന്നുമില്ല. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം നിങ്ങൾ സേഫ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വെറും മിഥ്യാധാരണ മാത്രമാണ്. നമ്മുടെ വീട് സുരക്ഷിതമാണ്. നല്ല CCTV ഒക്കെ, നല്ല ആള് കൂർക്കയൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വീടിനകത്ത് തേങ്ങയും മാങ്ങയും അതിനകത്ത് വീട്ടിലെ സാധനങ്ങളോ സ്വർണ്ണങ്ങളോ അല്ലെ പണങ്ങളോ ആരും അപകരിച്ച് കൊണ്ടുപോകത്തൊന്നുമില്ല. കാര്യം എന്താ? നല്ല രീതിയിലുള്ള നല്ല ഉറപ്പും നല്ല രീതിയിലുള്ള കെട്ടിടങ്ങളും നല്ല വാതിലുകളും നല്ല CCTV ഒക്കെ വെക്കുന്നതുകൊണ്ടൊക്കെ സുരക്ഷിതമാണ്. പക്ഷേ നമ്മുടെ മക്കളെ എന്ന് ഞാൻ വിളിച്ചപ്പോ എന്തോ എന്ന് വിളി കേട്ട നിങ്ങളുടെ മക്കളുണ്ടല്ലോ, ആ മക്കൾ പോകുന്ന വഴികൾ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്രമേൽ സുരക്ഷിതത്വം നൽകാൻ ഈ രാജ്യത്ത് ആർക്കും സാധിക്കില്ല. നിങ്ങളുടെ സ്വത്തിനും ജീവനും ഒക്കെ സംരക്ഷണം നൽകാൻ വ്യവസ്ഥാപിതമായ നിയമത്തെ പോലീസിന് കഴിയും. പക്ഷെ നിങ്ങളുടെ മക്കൾ പോകുന്ന വഴികൾ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്രമേൽ സുരക്ഷിതമല്ലാത്തൊരു കാലത്തിലാണ് ജീവിക്കണേ. ലഹരി എന്ന് പറയുന്ന ദുരന്തം ക്ഷണിക്കപ്പെടാതെ വീടിന്റെ പടിക്കിലേക്ക് കടന്നു വരും. പോയി വിളിച്ചോണ്ട് വരുന്നു വേണം. ഒരു ചെരുപ്പിനും കാൽപാത്രനും ഇടയിൽ ലഹരി പദാർത്ഥത്തിന്റെ സബ്സ്റ്റൻസുകൾ എത്തി നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് കയ്യെന്ന് കൊട്ടിയാൽ സ്രാമ്പി ബസാർ എന്ന് പറയുന്ന ദേശത്ത് വീര്യം കൂടി ലഹരി പദാർത്ഥം കടന്നു വരുന്ന രീതിയിൽ ഒരു മൊബൈൽ ഫോണും വിളിക്കാൻ നമ്പറും ഉണ്ടെങ്കിൽ വെറും അരമണിക്കൂറുള്ളിൽ ഈ ദേശത്തേക്ക് സാധനം ഒഴുകിയെത്തും. അപ്പൊ അതുകൊണ്ട് പോലീസിന് മാത്രം ഉത്തരവാദിത്വമൊന്നുമല്ല,
എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം ഉത്തരവാദിത്വമൊന്നുമല്ല, ഇവിടുത്തെ ഏതെങ്കിലും മഹിളകളുടെ മാത്രം ഉത്തരവാദിത്വമൊന്നുമല്ല, ഏതെങ്കിലും ജാഗ്രത സമിതി ഉത്തരവാദിത്വം മാത്രമൊന്നുമല്ല, ഏതെങ്കിലും പെൺകൂട്ടങ്ങളുടെ ഉത്തരവാദിത്വമൊന്നുമല്ല, ഏതെങ്കിലും അധ്യാപകരുടെ മാത്രം ഉത്തരവാദിത്വമൊന്നുമല്ല. ആരാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവൻ? ആരാണ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവൻ? Who takes the responsibility? ആരാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവൻ? അംഗബലം കൊണ്ട് കേരളത്തിൽ ഏറ്റവും കുറവാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. നാമമാത്രമായി കുറച്ച് ആളുകളേ ഉള്ളൂ. പക്ഷേ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. പോലീസ് ഡ്യൂട്ടിക്കകത്ത് പുറമെ പല ഡ്യൂട്ടികൾ എടുക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു ഭാഗമാണ് ഈ ആന്റി നാർക്കോട്ടിക് സബ്സ്റ്റൻസുകൾ പിടികൂടുക എന്നുള്ളത്. അത് ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യം തന്നെയാണ്. കാര്യം പൊതുവേദിയിൽ വെച്ച് 10 കിലോ കഞ്ചാവ് പിടികൂടിയ സാമ്പി പ്രസ്ഥാനം ദേശത്ത് വെച്ച് പിടികൂടുമ്പോൾ അവിടെ വെച്ച് ഇൻഡിപെൻഡൻസിന് വിറ്റ്നസിന് വേണമെന്ന് പറയുമ്പോൾ കണ്ടു നിൽക്കുന്ന പലരും മുഖം തിരിച്ചു പോകുന്നത് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. കാര്യം എന്താ? ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി കയറേണ്ട ചിന്തയാ. കോടതിക്ക് ഞാൻ പോകേണ്ടി 2 വട്ടം. എനിക്ക് പറ്റൂല, എന്തിനാ അതിന്റെ ആവശ്യമില്ല. ബാക്കിയൊക്കെ ഞാനോ ഞാൻ 10,000 ഉറുപ്പ്യ കൊടുക്കാം, സഹായിക്കാം, വീട് വെച്ച് കൊടുക്കൊക്കെ ചെയ്യും. ആദ്യം നമ്മളെ പറ്റില്ല, അത് പറ്റൂല. അത് ഒഴിവാക്കിക്കളെ. ഞാൻ കണ്ടില്ല, കേസും കൂടി. ഞാൻ ഗൾഫ് പോകാന്നൊക്കെ മറ്റന്നാൾ സാറേ, ഒഴിവാക്കിക്കളെ പ്ലീസ്. റോട്ടിൽ വീട് കടന്നു, മുക്കിലൂടെ വായിലൂടെ ഒക്കെ രക്തം വരികയാണ്, ഫോൺ വരികയാണ്. സാറേ ഇടവണ ചേർത്തല്ലേ? സാറേ ഒരാൾ ചോരയിൽ കുളിച്ച് കിടക്കുന്നുണ്ട്, ഒന്നും ഇങ്ങോട്ട് വരുമോ? കേട്ടപ്പോൾ തന്നെ ഞാൻ എനിക്ക് മനസ്സിലായിട്ട് ശബ്ദം മാറ്റി വിളിക്കാന്ന്. നിങ്ങളെ പേര്? അതിന്റെ പേര് ഞാൻ പറയില്ല സാറേ, നിങ്ങൾ വന്നാൽ മതി. വെക്കട്ടെ വെക്കട്ടെ. ട്രൂ കോളർ നോക്കി ഞാൻ എൻ്റെ മൊബൈൽ എടുത്തിട്ട് എൻ്റെ സിയുജിന്ന് വിളിച്ചില്ല, എൻ്റെ ട്രൂ കോളർ ഉണ്ട്, ഫിലിപ്പ് അമ്പാട് നിന്ന് കാണും. എൻ്റെ പേഴ്സണൽ നമ്പറിൽ ഞാൻ വിളിച്ചു, ഹലോ പറഞ്ഞു. ഹലോ ആരാ? യഥാർത്ഥ ശബ്ദം കിട്ടും, അപ്പം യഥാർത്ഥ സൗണ്ട് മനസ്സിലായി. അല്ല എന്തൊക്കെയാ വിശേഷം ചോദിച്ചു. അദ്ദേഹത്തിന് പേരിനകത്ത് കിട്ടി, എവിടെ പറയുന്നില്ല ട്രൂ കോളറിൽ. ഇല്ലാണല്ലേ? അതെ, നിങ്ങള് നമ്മളെ ഒരു ചെറിയ മനുഷ്യനാണ്, നിങ്ങള് മനുഷ്യനല്ലേ? എന്ത് വർത്താനം, ആരാപ്പത് എന്നൊക്കെ ചോദിച്ചു. പിന്നെ ആ ചോരയെ കുളിച്ച് കിടക്കുന്ന ആളെ അങ്ങോട്ട് ഒന്ന് പൊക്കിയിട്ട് ഒരു ഓട്ടോറിക്ഷ എടുത്ത് കൊണ്ടുപോയിക്കൂടെ, ഒരു മനുഷ്യത്വം കാണിച്ചൂടെ? അപ്പൊ നിങ്ങളിപ്പോ എങ്ങനെ പറഞ്ഞ്? ചെറിയൊരു പോലീസുകാരനാണ്, നിങ്ങൾ ലാൻഡ് ഫോണിലാണ് വിളിച്ച് ശബ്ദം മാറ്റി. അപ്പോൾ ഒന്ന് കൊണ്ടുപോയാൽ അതിൽ രക്ഷപ്പെടും. ഞങ്ങളിവിടെ വരുമ്പത്തിന് ഒരു 10-12 കിലോമീറ്റർ അല്ലേ ഉണ്ട്. അപ്പൊ ഒന്ന് കൊണ്ടുപോയാൽ വലിയ ഉപകാരമായി. അയാൾ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ കുടുങ്ങൂല, നിങ്ങൾ മനുഷ്യത്തുള്ള ആളാണ്. പക്ഷെ പേടിയാണ്, പേടി അങ്ങോട്ട് മാറ്റിക്കോളൂ, ഒരു ഓട്ടോറിനെ വിളിച്ചോളൂ, കൊണ്ടുപോയിക്കോളൂ. ഇനി കൊണ്ടുപോയിട്ടൊക്കെ എന്തെങ്കിലും പറ്റിയാൽ നിങ്ങളെ ഞാൻ പ്രതി ചേർത്ത് കേസ് എടുക്കുന്നതാണ്. അതിന് വകുപ്പുണ്ട്, അതിന് വകുപ്പുണ്ട്, വകുപ്പുണ്ട്. സാറേ നിങ്ങളെങ്ങനെ ഒരു കുടുക്ക് കൊടുക്കല്ലിട്ട് ഒരു നല്ല ഉപകാരം ചെയ്തപ്പോൾ ഒരു കയറി കൊടുക്കണ ചോദിച്ചു. ഈ മനുഷ്യനെ എല്ലാവരും കൂടെ വിളിച്ച് ചേർത്ത് വണ്ടിക്കറ്റി കൊണ്ടുപോയി. അപ്പൊ പ്രിയപ്പെട്ടവർ ഓർത്തോളൂ, റോഡോടൊക്കെ പറ്റി കിടക്കുമ്പോൾ, റോഡ് അവിടെ എത്തിപ്പെട്ട് പറ്റി കിടക്കുമ്പോൾ ഒക്കെ പലപ്പോഴും നമ്മുടെ വണ്ടിയാണ് ഫസ്റ്റ് പോയി നിൽക്കുമ്പോൾ മുമ്പിൽ ഇടിങ്ങനെ നടക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിന്റെ അതും ഇതും ഗ്ലാസ്സും ഒക്കെ പൊട്ടിച്ചെതറി വരും. കുറേ അലർച്ചയും ഒച്ചയൊക്കെ കേൾക്കാൻ കണ്ടു നിൽക്കുന്നതൊക്കെ ഓടി വന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടെന്ന് പറയും. പലർക്കും പലരും ചെയ്യാൻ പറ്റൂല. നിമിഷ നേരം കൊണ്ട് ചോരയൊക്കെ ചീറ്റ് നമ്മൾ കാണാൻ പറ്റണേ. നമ്മളെ വണ്ടിയിൽ ഉമ്മയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ അലറി അത് നോക്കാതെ കണ്ണൊക്കെ അടച്ചിരിക്കും. അവിടെ കുറച്ച് മനക്കരുത്തുള്ള പുരുഷന്മാരുണ്ടെങ്കിൽ പെട്ടെന്ന് സീറ്റ് വിട്ട് കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അറിയാവോ, നമ്മളെ വണ്ടി ആംബുലൻസ് ആക്കി ഒരുക്കണം പെട്ടെന്ന്. അപ്പൊ നമ്മൾ RC ബുക്ക് ഉണ്ട് നമ്മളെ വണ്ടിക്കകത്ത്. ഈ RC ബുക്കിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. എന്താ പറയുന്നത് അറിയാമോ? ഒരു വാഹനത്തിന്റെ RC ഉടമ എന്ന് പറയുന്നത് നിങ്ങളല്ല. വ്യവസ്ഥാപിതമായി നമ്മുടെ രാജ്യത്ത് നിങ്ങൾക്ക് വണ്ടി തൽക്കാലം ഉപയോഗിക്കാൻ മാത്രമുള്ള ഒരു ഇരുമ്പ് സാധനം, ഒരു യന്ത്രവും ഓയിലൊക്കെ ഒഴിച്ച് പെട്രോളൊക്കെ ഒഴിച്ച് അതിനകത്തൊരു ഡൈനാമിക് വർക്ക് ചെയ്യുമ്പോൾ ഓടുന്ന ഒരു 4 ചക്രമുള്ള സാധനം മാത്രമാണ് ഈ പറയുന്ന വണ്ടി. അത് നിങ്ങൾക്ക് തൽക്കാലം ഉപയോഗിക്കാം. പക്ഷെ രാജ്യം ആവശ്യപ്പെടുന്ന സമയത്ത് ഇവിടുത്തെ നാച്ചുറൽ കലാമിറ്റി, ഇവിടുത്തെ പ്രകൃതി ദുരന്തങ്ങളും ഇവിടുത്തെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരുമ്പോൾ, മിലിറ്ററിക്ക് ആവശ്യം വരുമ്പോഴൊക്കെ, അയൽരാജ്യം യുദ്ധമൊക്കെ വരുമ്പോൾ ആവശ്യമുള്ള വാഹനത്തിനകത്ത് വരണമെങ്കിൽ നിങ്ങളുടെ വണ്ടി ഒരു ഫോൺ കോളിൽ പോലും നിങ്ങൾക്ക് എക്വയറി, നിങ്ങൾക്ക് സീസ് ചെയ്യാൻ അവകാശം സർക്കാരിൽ നിക്ഷിപ്തമാണ്. സർക്കാരാണ് ശരിക്കും അതിന്റെ RC ഓണർ, അതിന്റെ അതോറിറ്റി സർക്കാരാണ്. അതുകൊണ്ട് പിന്നെ ഈ വാഹനം എന്ന് പറയാ യഥാർത്ഥ ഓണർ ആരാന്നറിയാമോ? പഠിച്ച റബ്ബാണ്. അപ്പൊ അതുകൊണ്ട് വണ്ടി ഒരു മുന്നിൽ അപകടം കണ്ടു കഴിഞ്ഞാൽ ഒറ്റ മിനിറ്റോട് ഓർത്തോളൂ. നിങ്ങളെ വണ്ടിക്കകത്ത് ഉമ്മയും എല്ലാ കുട്ടികളെ മക്കളെ എല്ലാം ഇറക്കിയിട്ട് അടുത്തൊരു വീടുണ്ടാവും, വീട്ടിലെ പെട്ടെന്ന് പോയിട്ട് തട്ടിയിട്ട് ആ വീട്ടിൽ ഇറക്കിയിട്ട് ഇവിടെ ഇരുന്നോട്ടെ, പെട്ടെന്ന് കുട്ടികൾ മക്കളൊക്കെയാണ് അപ്പൊ സുരക്ഷിതമായിട്ട് അവിടെ നിന്നോളും. നമ്മളെ വണ്ടി പെട്ടെന്ന് ആംബുലൻസ് ഉണ്ടാക്കുക, ആംബുലൻസ് ആക്കുക. നമ്മളെ വണ്ടി ആംബുലൻസ് ആക്കണ അറിയില്ല എങ്ങനെയാണ്? നമ്മൾ തേങ്ങയും ഈ തയ്യൽ മെഷീനും അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടി കയറ്റുമ്പോൾ ആംബുലൻസ് ആക്കുക എങ്ങനെയാന്ന് നമുക്കൊക്കെ അറിയാം. അപ്പൊ ഒരേ 2 സാധനം വലിച്ച് സീറ്റാണ്ട് കിടക്കും താഴേക്ക്. ഇങ്ങനെ വിശാലമായ സ്ഥലം ഉണ്ടാവും, അതിനകത്ത്. ഞാൻ എപ്പോഴും എൻ്റെ വണ്ടിക്ക് എന്താണെന്നറിയോ, വലിയ 2 മുണ്ടുണ്ട് എൻ്റെ വണ്ടിയിൽ. സത്യസന്ധ മുണ്ടുണ്ട്, 2 വണ്ടി, ടോർച്ചുണ്ട്, നീളമുള്ള 2 കനം കൂടി 2 വയറുണ്ട്. ഏതെങ്കിലും വല്ല വണ്ടികൾ ബാറ്റൊക്കെ തന്നെ റോട്ടിൽ കിടന്ന് ഫാമിലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ സന്തോഷം എനിക്ക്. എന്തിനാണെന്നറിയോ? ആ വണ്ടി കുടുങ്ങിയ സന്തോഷമല്ല, അവരും സഹായിക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്ത് പെട്ടെന്ന് ഞാൻ വണ്ടി നിർത്തിയിട്ട് പെട്ടെന്ന് എനിക്ക് വലിയ ആവേശം. എൻ്റെ വണ്ടിയിൽ നിന്ന് വയറൊക്കെ എടുത്ത് എൻ്റെ വണ്ടിയിൽ ഞാൻ കുത്തിയിട്ട് എന്ത് ചെയ്തിട്ട് കുട്ടികളൊക്കെ വിളിക്കും. ഞാൻ എന്നിട്ട് പിടിച്ചിട്ട് സ്റ്റാർട്ടാക്കി അവിടെ മുഖത്തെ സന്തോഷം കണ്ട് ഷെയ്ക്കാൻ്റെ കൊടുക്കും. എനിക്ക് വലിയ സംതൃപ്തിയാണ്. അപ്പൊ ഈ മുണ്ടെങ്കിലും ഞാൻ കൊണ്ടെടുക്കുന്ന അറിയാമോ? അപകടം കാണണമേ, രക്ഷപ്പെടുത്താൻ അവസരം കിട്ടണമേ എന്ന് പറഞ്ഞിട്ടല്ല. ചില അവസരങ്ങളിൽ നമ്മൾ ചില ആളുകളെ നോക്കാനും നമുക്ക് പറ്റൂല.
ചില അവസരങ്ങളിൽ ചില മുഖത്ത് നമുക്ക് നോക്കാൻ പറ്റൂല. ഒരു കാര്യം പറഞ്ഞുതരാം. 9 ദിവസങ്ങൾക്ക് മുമ്പ് എന്തുപറ്റി? എന്റെ പ്രസംഗം നിർത്താനാണോ നിങ്ങൾ സംസാരിക്കുന്നത്? സമയം പോയതാണോ? ആണോ? ആ, ഓക്കെ. ഞാൻ 15 മിനിറ്റ് നിർത്തും കേട്ടോ. എന്നിട്ട് ഇതിന്റെ സൂചന അറിയാതെ കത്തി തന്നാൽ മതി. സാറേ സമയം പോകേണ്ട പറഞ്ഞാൽ മതി, നിർത്തിക്കോളും. അപ്പോൾ ഈ 9 ദിവസങ്ങൾക്ക് മുമ്പ് 14 വയസ്സുകാരെ പെൺകുഞ്ഞ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട വ്യക്തിയുടെ കൂടെ പോയി. പെരുന്തൽമണ്ണ സ്റ്റേഷനിൽ പോയത് തമിഴ്നാട്ടിലേക്കാണ്. തിരുച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് കുട്ടിയുണ്ട്. നോക്കുമ്പോൾ ലൊക്കേഷൻ അവിടെ കിട്ടി. CDR എടുത്തു, ലൊക്കേഷൻ അവിടെ കിട്ടി. ഞാനും അതിൻ്റെ സ്റ്റേഷനിലെ ജയമണി എന്ന് പറയുന്ന ഒരു വനിതാ പോലീസും അതുപോലെ തന്നെ എൻ്റെ സ്റ്റേഷനിലെ ഒരു പോലീസാണ്. ഞങ്ങൾ 3 പേരും കൂടെ ഇവിടുന്ന് യാത്ര തിരിച്ചു. അപ്പം ഞങ്ങളെ പോലീസ് ഇൻസ്പെക്ടർ അലവി സാറാണ് ഇൻസ്പെക്ടർ പറഞ്ഞു, കുട്ടിയെ കിട്ടിയിട്ട് തന്നെ ഇങ്ങോട്ട് വന്നാൽ മതി, എന്ത് റിസ്ക് എടുത്തിട്ടും കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഇതിൻ്റെ CDR ഇങ്ങനെ എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഞങ്ങൾ പ്രൈവറ്റ് വണ്ടിയിലാണ് പോണേ. അപ്പം തിരുച്ചി, തഞ്ചാവൂര്, നാഗപട്ടണം, വേളാങ്കണ്ണി, വീണ്ടും തിരുച്ചി, നാഗപട്ടണം, പിന്നെ അവസാനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോക്കുമ്പോൾ തമിഴ്നാട്ടിലൂടെ ഓടുന്ന നല്ല സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ ഈ പറയുന്ന 21 വയസ്സുകാരനും ഈ പറയുന്ന 14 വയസ്സുകാരി പെൺകുട്ടിയും ബാഗുമായിട്ടിരിക്കുകയാണ്. ഇവന് കമ്മ്യൂണിക്കേഷൻ അത് വീട്ടിലോട്ട് കൊണ്ടുവരേണ്ടതാണ് അച്ഛനും അമ്മയും പറഞ്ഞിരിക്കണേ. അപ്പൊ അതുകൊണ്ട് അവിടെ തമിഴ്നാട് ജില്ലയിൽ ഹോം ഗാർഡ് ജോലി ചെയ്യുന്ന ഒരു പോലീസ് സ്റ്റേഷനിലെ ഹോം ഗാർഡിന്റെ അനിയനാണ് ഈ പയ്യന്. പെൺകുട്ടി പറഞ്ഞു, നീ അങ്ങോട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ ഞാനോട് റെയിൽവേ സ്റ്റേഷനിൽ തലവെച്ച് മരിക്കും, നിന്റെ പേര് എഴുതി വെക്കുമെന്ന് പറഞ്ഞപ്പോൾ പോരെന്ന് പറഞ്ഞു. പാലക്കാട്ടിലേക്ക് പെൺകുട്ടി ചെന്നു. ചെറുക്കൻ അവിടെ തിരിച്ചു വന്ന് ഇവരെ കൊളുത്തി കൊണ്ടുപോയി. അപ്പം യാത്രയാണ്, ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഹോം ഗാർഡ് അയാൾ പറഞ്ഞു, കുട്ടിയെ നീ തൊടാൻ പാടില്ല, സ്പർശിക്കാൻ പറ്റില്ല, കുട്ടീനെ എവിടെയും കൊണ്ട് എവിടെയും ലോഡ്ജിൽ അവിടെ നിൽക്കണ്ട, നീ പ്രതിയാകും, അതുകൊണ്ട് നിയമം എനിക്ക് അറിയണോണ്ടാണ് ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അവസാനം ഏറ്റവും ഒടുവിൽ ഈ സംഭവം എല്ലാം വന്ന് ചുരുക്കം പറഞ്ഞ കുട്ടിയെ കണ്ടെത്തിയിട്ട് രാത്രിയിൽ 10,000 കിലോമീറ്റർ ഓടി വാഹനം പെരുന്തൽമണ്ണയ്ക്ക് എത്തുകയാണ്. രാത്രി 2 മണിക്ക് 2 ദിവസം യാത്ര കഴിഞ്ഞ് 2 മണിക്ക് എത്തി. കുട്ടിയുണ്ട്, ഈ ചെറുക്കനുമുണ്ട്, എല്ലാവരും ഉണ്ട്, വണ്ടിയിലുണ്ട്, ഇന്നോവയില്. കുട്ടിയുടെ അച്ഛനുണ്ട്. അപ്പം സൽമാൻ എന്ന് പറയുന്ന പോലീസുകാരനാണ് തൊട്ടപ്പുറത്ത് ഞാൻ ആ വണ്ടി ഓടിക്കണം. സ്റ്റേഷന് മുമ്പിൽ വന്ന് കയറുമ്പോൾ ഒരു 70 വയസ്സുള്ള ഒരു വയോധികൻ ഇങ്ങനെ ഒരു കയ്യിൽ കറുത്ത ടോർച്ചുമായിട്ട് ഇങ്ങനെ വന്ന് കയറുന്നുണ്ട് ഈ സ്റ്റേഷനിലേക്ക്. ഈ 2:30 മണി സമയത്ത് ഈ ഫ്രെയിം ഇങ്ങനെ നിൽക്കാൻ എനിക്ക് കണ്ട് മാത്രം എനിക്ക് തോന്നിയാളെ കയ്യിരിക്കണ കത്തിയാണോ ഇങ്ങനെ തോന്നുന്നു, കത്തിയാണോ തോന്നുന്നു. സ്റ്റേഷന്റെ കോമ്പൗണ്ട് വണ്ടി കയറ്റി നിർത്തി പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. അവരും കൊണ്ട് കിടക്കെ എല്ലാവരും ഇറങ്ങി. ഈ മനുഷ്യൻ നോക്കുമ്പോൾ ജീപ്പിന്റെ പുറകിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ വ്യക്തി ജീപ്പിന് പുറകെ നിൽക്കുന്ന ആളെ നോക്കിയപ്പോ കയ്യിൽ നിറച്ചും ചോരയുണ്ട്, കാലെല്ലാം ചോരയുണ്ട്. അപ്പം എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയെ വെട്ടി കൊന്നിട്ട് വരികയാണ്, എൻ്റെ പേര് കേസ് എടുക്കണം സാറേ എന്ന് പറഞ്ഞു. ഇത് കേട്ട പാടെ അവിടുന്ന് GD ഷാജാൻ സാർ എല്ലാവരും ഓടി വന്നു. അതുകൊണ്ട് ഇപ്പൊ എവിടെ ഭാര്യ എവിടെയും ചോദിച്ചു. വീട്ടിലുണ്ട് സാറേ എന്ന് പറഞ്ഞു. ആരുള്ളതെന്ന് ചോദിച്ചു. മക്കളുണ്ട് ചോദിച്ചു. മക്കളുണ്ട്. നമ്മൾ ചോദ്യമാണ്, ചില ചോദ്യം തെറ്റിപ്പോണത്. മക്കളുണ്ട് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ മക്കളുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ കരുതി മക്കൾ അടുത്തുണ്ടെന്നാ കരുതിയത്. എത്ര മക്കളുണ്ട്? 6 പേര്. അവരാശുപത്രി കൊണ്ടുപോകുമോ? കൊണ്ടുപോയിരിക്കും എന്ന് പറഞ്ഞു. 72 വയസ്സുള്ള പറയാണ് കൊണ്ടുപോയിരിക്കും. എന്തിനാ ചെയ്തത്? അപ്പൊ അയാൾ മുടി ഇങ്ങനെ ആക്കിയിട്ട് പറയാണ്, അത് പറയാൻ കുറെ ഉണ്ട് സാറേ, എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. വെള്ളം എടുത്തു കൊടുത്തു. വെള്ളം കുടിച്ചതിന് ശേഷം പുള്ളി ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് തോന്നി അവിടെ ബ്ലേഡോ കത്തിയോ കയറോ ഒന്നും വെക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണെന്നൊക്കെ ഞങ്ങൾക്ക് തോന്നി. അതൊക്കെ ഞങ്ങൾ നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചാൽ അതിനൊക്കെ സാധ്യത കൂടും. അങ്ങനെ വ്യക്തി വരുമ്പോൾ പെട്ടെന്ന് ഇനിയും ജീവിക്കേണ്ട ചോദ്യം അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചോദിച്ച് പേര് ഇങ്ങനെ ചോദിച്ച് എഴുതിയെടുക്കുന്നിടയിൽ എനിക്ക് വീണ്ടും സംശയം തോന്നി. ഇപ്പൊ ഈ അമ്മനെ എന്നിട്ട് നിങ്ങളെ ഭാര്യ ആശുപത്രി കൊണ്ടുപോയെന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഏത് ആശുപത്രി ചോദിച്ചപ്പോൾ പറഞ്ഞു കൊണ്ടുപോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു. നിങ്ങൾ വണ്ടിയെ കയറുന്നു പറഞ്ഞു. പെട്ടെന്ന് ഈ വ്യക്തി ഈ അച്ഛനെ വണ്ടിയെ കയറ്റിയിട്ട് 22 വയസ്സായ വണ്ടിയെ കയറ്റി. ഞങ്ങൾ സ്ഥലം ചോദിച്ചപ്പം അങ്ങാടിപ്പുറം പാലത്തിനടുത്ത് പോയി നിർത്തിട്ട് പറഞ്ഞു ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി. ഞങ്ങളെ ഒരു തെറ്റിയാക്ക് ഓർമ്മയില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആളുകൾ നിങ്ങളെ 10, 40, 50, 67 വർഷം ജീവിച്ച വ്യക്തിയാണല്ലോ, ആളുകൾ കണ്ടാൽ അറിയാലോ, നിങ്ങൾ മുഖം കണ്ടാൽ അറിയാം, അങ്ങനെ വീട് അറിയാം, ഇറങ്ങാൻ പറഞ്ഞിട്ട് വീട് ഞങ്ങൾ വലിയ ഇന്ന സ്ഥലം കൊണ്ടുപോയി കാണിച്ചു തന്നപ്പോൾ വീട് കാണിച്ചു തന്നു. സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തി. നോക്കുമ്പോൾ 6 മക്കൾ താമസിക്കുന്നുണ്ട് ചുറ്റുവട്ടത്തും ഇങ്ങനെ. ഇപ്പോൾ നോക്കുമ്പോൾ തറവാട് എന്ന് പറഞ്ഞ വീടാണ്. ആ വീടിന് മുന്നിൽ ബൾബോ ലൈറ്റുകളോ ഒന്നുമില്ല, എല്ലാം കെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അകത്തേക്ക് ചെന്നു. അകത്ത് ചെന്നിട്ട് ഈ ആദ്യം മക്കളെ ഒരു മോൻ്റെ വീട്ടിൽ തട്ടി ഉണർന്ന മോനെ എഴുന്നേക്കണില്ല. അടുത്ത വീട്ടിൽ പോയി തട്ടി എഴുന്നേക്കണില്ല. നോക്കുമ്പോൾ ഞാൻ ചിന്ത ഇങ്ങനെ കിടന്ന് ഉറങ്ങണം, ഇതൊന്നും വല്ല വിഷം കളിക്ക് കൊടുത്തിട്ടുണ്ട് മക്കൾ, അങ്ങനെയൊക്കെ ചിന്ത വന്നിങ്ങനെ. നോക്കുമ്പോൾ പൂരം കഴിഞ്ഞ സ്വന്തം ഒരു തറവാട്ടിന് മുറ്റത്താണ്, ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. പൂരം കഴിഞ്ഞ വീടാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് അതിന് ക്ഷീണത്തിൽ 2 ദിവസം ഉറങ്ങിയിട്ടില്ല, അങ്ങനെ ഉറങ്ങുകയാണ് അവർ. അങ്ങനെ പിന്നെ ഒരു ആദ്യത്തെ വീടിനടുത്ത് മകനെ എഴുന്നേറ്റ് വന്നു. അച്ഛൻ എന്തോ അമ്മയെ ചെയ്തെന്ന് പറഞ്ഞു. അയ്യോ എൻ്റെ അച്ഛൻ ചെയ്തോന്ന് പറഞ്ഞ് ചാടി പുറത്തേക്ക് ഇറങ്ങി. അടുത്ത എല്ലാവരും കൂടെ ഉണർന്ന് ഞങ്ങൾ പോയി ഈ വീട് പൂട്ടിയെടുക്കുന്ന ചവിട്ടി തുറന്നകത്ത് കയറിയപ്പോൾ ഈ 10, 65, 70 വയസ്സുള്ള ഈ അമ്മ ചരിത്രത്തെ മൊത്തം വെട്ട് ഇങ്ങനെ കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അപ്പം ഈ വെട്ടിയതിന് ശേഷം ഈ വ്യക്തി ഇങ്ങനെ പൊത്തി, ഇവർക്ക് ഒച്ച പുറത്തേക്ക് വെക്കാൻ പറ്റാതെ ഷോക്കായി പോയി. വാതിൽ കുറ്റിയിട്ടു.
ആ വെട്ടിയതിനു ശേഷം നടന്ന് അങ്ങാടിപ്പുറം വരെ അരമണിക്കൂർ നടന്ന് അവിടെ പല ഓട്ടോറിക്ഷയ്ക്കും കൈ കാണിച്ച് 2 മണി രാത്രിക്ക് ഒരു ഓട്ടോറിക്ഷ നൈറ്റ് ഓട്ടോറിക്ഷ കിട്ടിയ സ്റ്റേഷനോട് ഒന്ന് നടന്ന് സ്റ്റേഷനകത്തേക്ക് കയറിയത്. ഈ 1/4 മണിക്കൂർ സമയം കൊണ്ട് രക്തം മൊത്തം വാർന്നു പോയി ശരീരത്തിൽ നിന്ന്. കണ്ട മാത്രയിൽ വല്ലാത്ത ധൈര്യം സംഭരിച്ചു. നോക്കും ആംബുലൻസ് വരണമെങ്കിൽ ആ വഴിക്ക് ഊടുവഴിയൊക്കെയാണ്, ആംബുലൻസ് വരണമെങ്കിൽ വരില്ല. എന്തോ ഒരു മനസ്സ് തോന്നുകയാണ്, ഒരു ധൈര്യം കിട്ടി. ഞാൻ എന്നെ മഹത്വൽക്കൽ ചില പ്രിയപ്പെട്ടവരെ ഒരു മുണ്ടുണ്ടായിരുന്നു, ആയാലും ഇങ്ങനെ ഇട്ടിരിക്കുന്ന മുണ്ടെടുത്തിട്ട് കഴുത്തിൻ്റെ അവിടെ താഴേക്കിട്ട് എന്നിട്ട് അമ്മാന്ന് വിളിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കി അങ്ങോട്ട് എടുത്ത് ഈ മകനെല്ലാവരും കൂടെ കഴുത്തും തലയൊക്കെ താങ്ങി ജീപ്പ് കൊണ്ട് കിടത്തി. മേലും മുള്ളും ചോര അങ്ങോട്ടായി നേരെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രി കൊണ്ടുപോയി. ഞങ്ങൾ വിളിച്ച് പറഞ്ഞ് പോകുന്ന വഴിക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു ആശുപത്രി റിസപ്ഷനിലേക്ക്. അവിടെ റെഡി ആയിട്ട് വന്നു. ഡോക്ടർ പറഞ്ഞു ഒരു അരമണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്ത ഡോക്ടർ പറഞ്ഞു വലിയൊരു അത്ഭുത മിറാക്കിൾ നടന്നതെന്ന് പറഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞ് അമ്മ മരിച്ചു പോയിരുന്നു, രക്തം മുഴുവൻ പോയി ഇല്ല എന്ന് പറഞ്ഞു. മരിച്ചു എന്ന് കരുതിയ അമ്മയാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു സുഖം പ്രാപിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ചില സാഹചര്യങ്ങളിൽ നമ്മളൊരു ഗോൾഡൻ ടൈമിൽ ദൈവം നമുക്ക് ചില മനുഷ്യരെ സമ്മാനിക്കും. എന്നിട്ട് പരീക്ഷണം നടത്തിയിട്ട് പറയും, നിനക്ക് വണ്ടി സാഹചര്യം സമ്പത്തും ആരോഗ്യം ഒക്കെ തന്നിട്ടുണ്ട്, നീ എങ്ങനെ അവനെ സംരക്ഷിക്കാൻ ഞാൻ കാണട്ടെ ദൈവം ചിന്തിക്കും. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളൊന്ന് മാറി നിൽക്കും. നിർഭാഗ്യവശാൽ എന്റെ വണ്ടി കയറ്റിയ ചോരയാവും, ഞാൻ ഇവിടെ പോവാണ്, ആ നായ്ക്കുറക്കം വണ്ടി വരുന്നുണ്ട്, ഓട്ടോറിക്ഷ വരുന്നുണ്ട്, അതിൽ കയറ്റട്ടെ. നമ്മളെ ചിന്ത എങ്ങനെയാണ് മനുഷ്യന്റെ? അത് ഓട്ടോറിക്ഷ കയറ്റാനുള്ളതാണ്, അത് ടാക്സിയിൽ കയറ്റാനുള്ളതാണ്, അത് ഇന്ന വണ്ടി കയറ്റാനുള്ള നമ്മുടെ ധാരണ. പക്ഷേ മനോഹരമായി നമ്മളെ വണ്ടിക്കകത്ത് പുറകെ സീറ്റിനകത്ത് 2 സാധനമുണ്ട്, ഹുക്ക്. അത് പിടിച്ച് മുകളോട്ട് വലിച്ച് കഴിഞ്ഞാൽ സീറ്റ് അങ്ങോട്ട് കിടക്കും. നമ്മളെ വണ്ടിക്കകത്തുള്ള സകല സാധനങ്ങൾ, പെട്ടി സാമഗ്രികളും നമ്മളെ അമ്മ ഉമ്മ പെങ്ങന്മാരും ഇനി ആശുപത്രി കൊണ്ടുവന്ന നിറ ഗർഭിണിയായ ഭാര്യയാണെങ്കിൽ പോലും അയൽപക്കത്തേക്ക് ഒന്ന് ഇറക്കി ഇരുത്തിയിട്ട് ആ വ്യക്തി അങ്ങോട്ട് 2 പേര് കൂടിയിട്ട് കൃത്യമായ രീതിയിൽ ശരീരം ഇളകാതെ നമ്മുടെ വണ്ടിക്കകത്തേക്ക് എടുത്ത് കിടത്തിയിട്ട് നമ്മൾ ആശുപത്രി കൊണ്ടുപോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വരാട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ അഡ്രസ്സ് നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്കൊരു കോൾ വരും. എവിടുന്ന വരുന്നതെന്ന് അറിയാമോ? കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ നമ്മളെ വിളിക്കും. നിങ്ങളാണോ ഇങ്ങനെ ഉസ്മാൻ, നിങ്ങളാണോ ഇങ്ങനെ രാജീവ്? അതെ. ഇത്രാം തീയതി ഒരാളെ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോയോ? അതെ കൊണ്ടുപോയി. എവിടെ ആക്സിഡന്റ്? ഇന്ന സ്ഥലത്തായിരുന്നു. നിങ്ങൾ കണ്ടു. ഒരു സാക്ഷി പറയാൻ പറ്റുമോ? എന്താ എത്ര വട്ടം സാക്ഷി പറയാം? എവിടെ വരേണ്ടത് സാർ? എവിടെ ഒപ്പിടേണ്ടത്? കഴിഞ്ഞു. പിന്നെ നമ്മളോട് പറയും നിങ്ങൾക്ക് 5000 രൂപ പാരിതോഷികം ഉണ്ട് കേട്ടോ എന്ന് പറയും കൺസേൺഡ് സ്റ്റേഷൻ. നാഷണൽ റോഡ് സേഫ്റ്റി കൗൺസിലിന്റെ ഒരു വ്യക്തിയെ, റോഡിൽ കിടക്കുന്ന വ്യക്തിയെ ആശുപത്രി കൊണ്ടുപോയതിന് ഒരു പാരിതോഷികം. നിർഭാഗ്യവശാല് ഈ പ്രബുദ്ധ കേരളം ഈ പറയുന്ന ഫണ്ട് വാങ്ങാൻ ഇവിടെ ആരുമില്ല. ആർക്കോ പൈസ വേണ്ടാത്തോണ്ടല്ല, പേടിയാണ്. ദൂരാ കൊടുക്കോ 5000 രൂപ വാങ്ങിയാലാണ്. ഞാൻ അപേക്ഷിക്കുകയാണ്, റോഡിൽ വീണ് കിടക്കുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കണ്ണുകൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ, കാതുകൾ അവരുടെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ, നീതിപീഠത്തിന് മുമ്പിൽ പോയിട്ട് ആ കുടുംബത്തെ എത്തിയുമായി പോയ കുടുംബത്തിനാണെങ്കിൽ ആ കുടുംബത്തിന് കിട്ടേണ്ട, അല്ലെങ്കിൽ നട്ടല് തളർന്നു പോയി വീടുകളിൽ കിടക്കുന്ന അവന് കിട്ടേണ്ട അവസ്ഥ ഇന്ന ലോറി ഇടിക്കുന്നത് ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞ് നീതിപീഠത്തിന് മുമ്പിൽ 1 അല്ല 2 അല്ല 3 പ്രാവശ്യം കോടതി വരാതെ പോയിട്ട് സാക്ഷ്യം പറയാൻ വിധിക്കപ്പെട്ടവനാണ് നമ്മൾ. റെസ്പോൺസിബിലിറ്റിയാണ് അതവിടെ പോയിട്ട് പീഡിയാക്കൊലയിൽ അവിടെ പോയിട്ട് കൊതിയോടെ ഒന്നും പറയരുത്, എന്നെ പോയി 3 വട്ടം പിടിച്ചാൽ അന്നേ പറഞ്ഞ എന്നോട് ഒപ്പിടണ്ടെന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവാം. അതിനൊന്നും കൂട്ടു നിൽക്കരുത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 7 തലമുറ പേരക്കുട്ടികളൊക്കെ റോട്ടിലൊക്കെ ഇങ്ങനെ വീട് രക്തം പാർന്ന് കിടക്കുമ്പോൾ ഇങ്ങനെ ഉമ്മാന്ന് പറഞ്ഞ അല്ലമുറയിട്ട് കരയുമ്പോൾ ആളുകൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ കടന്നു പോകും. അപ്പോഴായിരിക്കും നമ്മൾ പോയിട്ട് രക്തം വാർന്ന് ആശുപത്രി കിടക്കുമ്പോൾ അമ്മ പറയും, ആരും നിൽക്കിട്ട് കഴിച്ചിലാക്കിയില്ല, എല്ലാവരും ഇങ്ങനെ പോവുകയെന്ന് നിന്നെ നോക്കിയിട്ട് ആരും എന്നെ എടുത്തില്ല എന്ന് പറയുമ്പോൾ ആ വേദന അനുഭവിച്ച അവസ്ഥയെ നോക്കി ഉമ്മ നെഞ്ചിങ്ങനെ ഉരുകും. ഉപ്പ ഇങ്ങനെ ഹൃദയം പറഞ്ഞിങ്ങോട്ട് പോകും. കാര്യം എന്താ? ഏതെങ്കിലും തലമുറയിൽപ്പെട്ട ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അപ്പൊ നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞെന്നുള്ളൂ, റോഡപകടത്തിൽ വീണ് കിടക്കുന്നവരെ കണ്ടാൽ ഒരു സംശയം വിചാരിക്കും സ്പോട്ടിൽ നമ്മള് ഒരു ഡോക്ടർ ആവണം, ഒരു നേഴ്സ് ആവണം, ആംബുലൻസ് ആകണം, നല്ലൊരു ശമരിയാക്കാരനാവണം. അവിടെ നമ്മളെ തലമുറകളെ സർവശക്തം സംരക്ഷിക്കും, ഒരു സംശയമില്ല. വീണ്ടും കാര്യത്തിലേക്ക് വരാൻ സമയം പോയി. ഞാൻ അപ്പം മക്കളെ അല്ല ചൂട് ബിരിയാണീന്റെ മണം വരുന്നുണ്ട് അല്ലേ? നമ്മളെ ശ്രദ്ധ കിടക്കിടക്ക് നിങ്ങൾ അങ്ങോട്ട് നോക്കണേ, ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാതെ ചെമ്പ് പൊട്ടിക്കൂല. അപ്പോ ഇതിന്റെ പേരെന്താന്ന് അറിയാമോ? ഹാൻസ്, HANS. 2 സ്ഥലത്തും ക്യാൻസറിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ഇതൊരു വില്ലനാണ്. ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇത് വലിയ വില്ലനാണോ? ഈ സാധനം ആരെല്ലാം ഉപയോഗിക്കുന്നുണ്ടെന്ന് ആർക്കും അറിയില്ല. ഭർത്താവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് അറിയാം, മക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉമ്മാക്കറിയാം. ഇത്രേ അറിയുള്ളൂ. കാരണം ഉപ്പക്കറിയില്ല. ഉമ്മ പറഞ്ഞാൽ അറിയും, അല്ല അറിയില്ല. കാര്യം കുട്ടികളുടെ ഷർട്ട് അലക്കാനാ പുകലിന്റെ പൊടിനകത്ത് ഉണ്ടാവും. ഇത് കവർ മാറി കിടന്നാൽ പുകലിന്റെ അംശം താഴെ ഉണ്ടാവും. എപ്പോഴെങ്കിലും ഉമ്മ അത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഉമ്മ നെഞ്ചു പൊട്ടി കരഞ്ഞിട്ടുണ്ടാവും. ഭർത്താവ് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഭാര്യയ്ക്ക് തിരിച്ചറിയാൻ പറ്റും. കാര്യം അങ്ങനെയാണ്. ഇതിന്റെ ഒരു കാര്യം പറഞ്ഞുതരാം, ശരിക്കും കേട്ടോളൂ. ഈ സാധനം ഉപയോഗിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ, ഇത് കച്ചവടം ചെയ്ത ഏതെങ്കിലും വ്യക്തി നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ, ആ കച്ചവടം നിർത്തലാക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇത് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അതേ നിർത്തലാക്കാൻ സാധിച്ചാൽ നിങ്ങൾ ആ വ്യക്തിയെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ശ്രദ്ധിച്ചിട്ടുള്ളൂ കേട്ടോ.
യഥാർത്ഥ ഒരു സത്യം തുറന്നു പറയാൻ പോവാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിനകത്ത് ആൻസ് എന്ന് പറയപ്പെടുന്ന സാധനം കടയ്ക്കകത്ത് ഒന്നല്ല ഒരു 20-25 ദിവസത്തിന് മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ പൂത്തുപോകും. പക്ഷെ ഇപ്പൊ കിട്ടുന്ന ആൻസ് എന്ന് പറയുന്ന സാധനം 2 വർഷം കടയിരുന്ന പൂത്തു പോകൂല. കാരണം എന്താ? ഒന്നാമത്തെ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചാണ്, കാരണം എന്താണ്? രണ്ടാമത്തത്, ഈ സാധനത്തിന് അത് 9 ഗ്രാം തൂക്കമാണ്. ചെറുതായിട്ട് അടി എഴുതിയിട്ടുണ്ട് പ്രകൃതിദത്തമായ പുകയില, ചുണ്ണാമ്പ്, സിട്രിക് ആസിഡ്. ഈ സാധനം ഇന്ന് ഒരു സംസ്ഥാനത്തും വിൽക്കാൻ പാടില്ല, നിർമ്മിക്കാൻ പാടില്ല, കൈവശം വെക്കാൻ പാടില്ല. കോട്ട്പ എന്ന് പറയുന്ന ആക്ട് പ്രകാരം കേസെടുക്കും. വെയിലബിൾ ആയ ഒഫൻസ് ആണ്. പോലീസിന് അധികാരമുണ്ട്, എക്സൈസിന് അധികാരമുണ്ട്. ഈ സാധനം ഒരു പാക്കറ്റ് പോലും കടയിൽ വെച്ചാൽ കേസെടുക്കാൻ പറ്റും. കാര്യം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സാധനം നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രകൃതിദത്തമായ പുകയില, ചുണ്ണാമ്പ്, സിട്രിക് ആസിഡ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇതാണോ സാധനം എന്ന് നമുക്ക് നോക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കണ്ട. മൊബൈലിനകത്ത് ഗൂഗിൾ കയറിയിട്ട് www.national-drug-control-society എന്ന് പറയുന്നിട്ട് സൈറ്റ് ഓപ്പൺ ആക്കുക. അതിനിടയിലേക്ക് ഒരു ലിങ്ക് ഓപ്പൺ ആയിട്ട് വരും. ആ ലിങ്ക് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ അതിനകത്തുണ്ടാകും നാഷണൽ ഫിസിക്കൽ ഹെൽത്ത് ലബോറട്ടറി ഹൈദരാബാദ്. നാഷണൽ ഫിസിക്കൽ ഹെൽത്ത് ലബോറട്ടറി ഹൈദരാബാദ്. ഹൈദരാബാദിലെ ഫിസിക്കൽ ലബോറട്ടറിയുടെ റിസൾട്ട് എന്ന് പറയുന്നുണ്ട്, ഈ പറയുന്ന ഹാൻസ് എന്ന് പറയപ്പെടുന്ന സാധനത്തിനകത്ത് 2022 ജനുവരി 7-ാം തീയതി പരിശോധിച്ച പരിശോധനയുടെ ലാബ് റിസൾട്ടിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് പോളിപെർപ്പിലിൻ എന്ന മെറ്റീരിയലാണ്, പാരാനൈട്രോഫിനോൾ ആണ്. എന്താണ് പോളിപെർപ്പിലിൻ? അതായത് ഫീഡിംഗ് ബോട്ടില് ഗ്ലൂക്കോസ്, സിറിഞ്ച് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്ന, ഇൻഡയറക്റ്റ് ആയിട്ട് ചൂടാക്കിയാൽ ഉരുകി പോകാൻ പറ്റാത്ത മൈക്രോവിനകത്തൊക്കെ വെക്കുന്ന ചില ഫുഡ് കണ്ടെയ്നറുകളൊക്കെ ഉണ്ടാക്കുന്ന PP മെറ്റീരിയൽ, പോളിപെർപ്പിൽ മെറ്റീരിയൽ അടങ്ങുന്ന സാധനം അതാണ്. രണ്ടാമത് പാരാനൈട്രോഫിനോൾ. എന്താണ് പാരാനൈട്രോഫിനോൾ? എന്നാണ് നമ്മുടെ കാലിൽ കിടക്കുന്ന ലെതർ ഉൽപ്പന്നങ്ങളായ ചെരുപ്പുകൾ, കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച്, ലെതറിന്റെ ഉൽപ്പന്നങ്ങൾ, ബാഗുകൾ, ഇതെല്ലാം മൃഗത്തിന്റെ തോലുകൾ പ്രോസസ്സിംഗ് ചെയ്യുന്ന സമയത്തിനകത്ത് പൂപ്പൽ വരാതിരിക്കാൻ ആദ്യ സമയങ്ങളിൽ അതിനകത്തേക്ക് ആ ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന, വ്യവസായം ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പറയുന്ന പാരാനൈട്രോഫിനോൾ എന്ന് പറയുന്ന സാധനം. ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. വിളിക്കുന്ന അമ്മമാരൊക്കെ കേട്ടോളൂ, ഉമ്മമാർ കേട്ടോളൂ. നമ്മളൊക്കെ അച്ചാറൊക്കെ നല്ല രീതിയിൽ അച്ചാറൊക്കെ ഉണ്ടാക്കി തുണിയൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ട് അച്ചാറൊക്കെ പഴകട്ടെ, ഇപ്പൊ തുടരണ്ട, നനഞ്ഞ തുവിയിട്ടത്, തവി കൈയിട്ടതെന്നൊക്കെ നമ്മൾ മക്കളെ പറഞ്ഞു കൊടുക്കും. അച്ചാർ എങ്ങനെ സൂക്ഷിച്ച് നിങ്ങൾ എടുത്താലും, ഒരു ചെറിയ പാത്രത്തിൽ വലിയ ജാറിന്ന് ചെറിയ ഭരണിയിലേക്ക് എടുത്ത് മാറ്റിയാലും ഈ അച്ചാർ ഒരു മാസങ്ങളിൽ പൂത്തുപോകും അല്ലേ? വെള്ള പൊടി പിടിക്കും വീട്ടിലാണ് അച്ചാർ. ഇനി കടയിൽ പോയിട്ട് നിങ്ങൾ തൂക്കി അച്ചാർ വാങ്ങി വെക്കും. തൂക്കി വാങ്ങണ അച്ചാർക്ക് കിട്ടും കടയിൽ, തൂക്കി വാങ്ങണ അച്ചാർ. അച്ചാർ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ കൈയിട്ടാലും കാലിട്ടാലും, ഇനി സാമ്പാറിനുള്ള തവി ഇട്ടാൽ അത് ഇട്ടാലും പൂത്തു പോകൂല. അങ്ങനെ ഇരിക്കും അച്ചാർ. പാരാനൈട്രോഫിനോൾ എന്ന് പറയുന്ന സാധനം ചേർക്കുന്നുണ്ട്, പൂക്കൂല. അപ്പോ എന്തിനാണ് ഇതിനകത്ത് ഇപ്പൊ ഈ പാരാനൈട്രോഫിനോൾ ചേർക്കുന്നത്? എന്തിനാണെന്ന് അറിയാമോ? ഈ സാധനം ഇപ്പൊ ആരെങ്കിലും ഇടനിലക്കാരെടുത്ത ഈ സാധനം വാങ്ങുക, അത് കടയിൽ സ്റ്റോക്ക് ഒന്നും വെക്കില്ല. ഇടനിലക്കാർ കോഡ് ഭാഷയിലാണ് സാധനം തരിക. ഒരു പാക്കറ്റിന് 3 രൂപയാണ് ഹോൾസെയിൽ റേറ്റ്. അത് വാങ്ങുന്നത് 40 രൂപയ്ക്കാണ്. പാലക്കാട് ഞങ്ങൾ പറഞ്ഞു 40 രൂപയ്ക്ക് വാങ്ങണ ഒരാൾ തിരുത്തണം 50 രൂപ. ഒരാൾ പറഞ്ഞു അല്ല പൂച്ച തിരുത്തണം 50 രൂപ കൊടുക്കണം, ഇവിടെ കിട്ടൂല, നിങ്ങളെ നാട്ടിൽ. അപ്പൊ അതുകൊണ്ട് ഈ സാധനം എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല, 3 രൂപയ്ക്ക് കൊടുത്തിട്ട് ഇത് വിൽക്കുന്നത് 40 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 40 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ 37 രൂപ ലാഭം കിട്ടും. 10 പാക്കറ്റ് വിറ്റാൽ 307 രൂപ ലാഭം കിട്ടും. അപ്പൊ നിങ്ങൾ പറഞ്ഞു നോക്കുക, ഒരു വാഴക്കെന്ന് കൊടുത്തിട്ടില്ല, 10 വാഴ കൊടുത്തിട്ട് അത് വെച്ചുണ്ടാക്കിയിട്ട് അതുകൊണ്ട് ജീവിക്കണം, അങ്ങനെ ജീവിക്കുന്ന പറഞ്ഞാൽ നടക്കൂല. അത് വാഴ ഉണ്ടാക്കണമെങ്കിൽ കുഴി കുത്തണം, അത് കന്ന് വെക്കണം, മറ്റേ വാളവടി ഇടണം, അതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കിളുത്ത് വന്നു കഴിഞ്ഞാൽ പശു ആട് കടിക്കാൻ നോക്കണം. അത് കൊലച്ച് കഴിഞ്ഞാൽ വിട്ടുകൊണ്ട് അങ്ങാടി കൊണ്ട് കൊടുത്ത് 6-7 മാസം കാത്തു വെക്കണം. 1 കിലോ നേന്ത്രക്കൊലയ്ക്ക് എത്ര ഇപ്പം കിട്ടുക? 15 രൂപ കിട്ടും പച്ചക്കായ്ക്ക് അല്ലെ? എത്ര പണി എടുക്കണം? ഇത് 10 മിനിറ്റ് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ കൊലക്കും പീടിയിലിങ്ങനെ ഇട്ട് കയറും അല്ലേ? ഇത് കൊടുക്കണൊക്കെ ഇങ്ങനെ വെള്ള കടലാസിൽ പൊതിഞ്ഞിട്ട് സിഗരറ്റിന് 4 സിഗരറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ട് കോഡ് ഭാഷയൊക്കെയാണ്. ഇങ്ങനെ കാണിച്ചാൽ 1 3 പാക്കറ്റൊക്കെ ഒന്നിച്ച് കൊടുക്കും. ഇപ്പൊ 5 പാക്കറ്റ് ഒന്നിച്ചാ കൊടുക്കണത്. അതിനാല് 200 രൂപയ്ക്ക് 5 പാക്കറ്റ് ഒന്നിച്ച് കൊടുക്കാം. 200 രൂപയ്ക്ക് വീട്ടിൽ കൊണ്ട് സ്റ്റോക്ക് ചെയ്ത് കൊടുക്കാം. ഒരു പാക്കറ്റ് ഒന്നും ഇല്ല. ഇപ്പൊ ചിലരൊക്കെ 10 പാക്കറ്റ് കൊടുക്കാൻ തുടങ്ങി. ഇത് 10 അല്ല 500 പാക്കറ്റ് കൊടുത്താലും വാങ്ങും. കാര്യം എന്താ അറിയോ? പിന്നെ നിങ്ങളെ കിട്ടൂല വെച്ചിട്ട് വാങ്ങിക്കൊള്ളൂ. അപ്പൊ നല്ല പരിപാടിയാണ്. അപ്പോ ഇത് ഒരു ചെറിയ സംഭവമല്ല. ഇനി കേട്ടോട്ടോ, അതിന്റെ പറയാൻ പോണത് നാഷണൽ ഡ്രഗ് സൊസൈറ്റിയുടെ ഔദ്യോഗികത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന അതിനകത്ത് ഈ നമ്മുടെ നാഷണൽ ഫിസിക്കൽ ഹെൽത്ത് ലബോറട്ടറി റിസൾട്ട് എഴുതി വെച്ചിരിക്കുന്നു 60% ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഗ്ലാസ് പൗഡർ ഉണ്ട്, കുപ്പിച്ചിലിന്റെ പൗഡർ. കാരണമെങ്കിൽ ഒരു പാക്കറ്റ് വാങ്ങിയാൽ പൊട്ടിക്കുക, ഒരു ഗ്ലാസ് എടുക്കുക, കുടഞ്ഞിടുക, സ്പൂണിന്റെ നാട്ട് തിളക്കുക. അപ്പോൾ അല്ല കടിഞ്ചായ പോലെ വരും. കടിഞ്ചായ പോലെ വരുമ്പോൾ ആ കടിഞ്ചായ പോലെ കണ്ട ഒഴിച്ച് കളയുക. അടിയിൽ കുറച്ച് അണ്ടി കിടക്കും, വീണ്ടും വെള്ളം ഒഴിക്കാൻ എടുക്കുക, വീണ്ടും കഴിയും. അങ്ങനെ കറ എപ്പോൾ നിൽക്കുന്നവരെ ഇളക്കുക, പതുക്കെ ഇളക്കണം. അവസാനം നോക്കുമ്പോൾ ഈ സ്വർണ്ണം, ഈ പുഴയിൽ സ്വർണ്ണം ഇങ്ങനെ അരിക്കണ കിട്ടുന്ന പോലെ അടിയിലിട്ടുമ്പോൾ കുറേ വെളുത്ത വെള്ളാരങ്കല് പൊടിച്ച പോലത്തെ വളരെ നൈസായിട്ടുള്ള തരി കുറെ ഉണ്ടാവും. ഇതെല്ലാം ഈ സാധനത്തിലാണ് പറ്റിപ്പിടിച്ചിരുന്നത്. ഇത് ഇങ്ങനെ കുടഞ്ഞിട്ടിട്ട് ഇത് പൊട്ടിക്കണ ബംഗാളിയൊക്കെ കണ്ടാൽ അറിയാം, നല്ല രസമാണ്.
മുഖം കണ്ടാൽ ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെയൊക്കെ ആക്കി ഇങ്ങനെ ഇടും. ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ ആ ഉപയോഗമൊക്കെ കാണാം, ഒരു മുഖമൊക്കെ കാണാം. ഇങ്ങനെ ചുരുട്ടി ആക്കിയതാണ്ട് പിടിച്ച് വലിച്ചിട്ട് അവിടെ വെച്ചിട്ട് അത് അങ്ങാട് വെക്കും. അങ്ങനെ ആ തൃപ്തിയായി, ലോകം ഓന്റെ ചുണ്ടിലടിയിലായി. അപ്പൊ ആലോചിച്ചോളൂ. അപ്പൊ അങ്ങനെ വെച്ചോണ്ട് അമർത്തുമ്പോ ഒരു മനുഷ്യ ശരീരത്തിനകത്ത് സമൃദ്ധമായിട്ട് രുചി കുമിളകളുള്ളത് വായുടെ അഗ്രഭാഗത്ത് 3 ഇഞ്ച് നീളത്തിൽ, എത്ര 3 ഇഞ്ച് നീളത്തിൽ ഉണ്ടാവും. സമൃദ്ധമായിട്ട് രുചി കുമിളകളും സമൃദ്ധമായിട്ട് ഉമ്മനീർ ഗന്ധികളും ഉള്ളത് ഈ 3 ഇഞ്ച് നീളത്തിലാ. മക്കളെ, നിങ്ങൾ ഗുളിയൊക്കെ കഴിക്കണേ എവിടെ വെച്ചിട്ടാ? ഇവിടെ വെച്ചിട്ടാണോ ഗുളിക? അതാ ഉണ്ടാക്കല് അല്ലേ? ഉള്ളില് അതെന്താ അവിടെ വെച്ചെന്താ? ചമർപ്പ് അറിയില്ല, രുചി അറിയില്ല. അതുകൊണ്ട് തന്നെ മിടുക്കൻ നല്ല കുട്ടികളാ. അപ്പൊ ഇവിടെ വെച്ചാൽ രുചി അറിയും. സമൃദ്ധമായിട്ട് രുചി കുമ്പളുള്ള സ്ഥലമാണ് ഇവിടെ, സമൃദ്ധമായിട്ട് ഉമ്മനീർ ഗന്ധികളുള്ള സ്ഥലമാണ് ഇവിടെ. ഇവിടെയാണ് നിർഭാഗ്യവശാൽ ഈ സാധനം, ഈ ഗ്ലാസിന്റെ പൗഡർ അടങ്ങുന്ന ഈ സാധനം വെച്ചിട്ട് പാരാനൈട്രോൾ പോളിപെർപ്പിലും അടങ്ങുന്ന ക്യാൻസർ വരാൻ 90 ഇരട്ടി സാധ്യതയുള്ള സാധനമാണ് ഈ പറയുന്ന പാരാനൈട്രോൾ. ഇത് അടങ്ങുന്ന സാധനം ചുരുട്ടി ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് അമർത്തി അവിടെ വെക്കുമ്പോൾ മൃദുലമായ ഈ ഉമ്മനീർ ഗന്ധികളുള്ള സമൃദ്ധമായിട്ട് രുചി കുമ്പളുള്ള ഈ സാധനത്തിലൂടെ അതിനകത്തിരിക്കുന്ന ഗ്ലാസ് പൗഡർ കുത്തി മുറിവേൽപ്പിക്കപ്പെടും. ഗ്ലാസ് പൗഡർ ഇന്നലെ ബ്ലീഡിംഗ് ഉണ്ടാക്കുമ്പോൾ ബ്ലീഡിംഗ് ൂടെ തലച്ചോറിലേക്ക് തടങ്ങിയിരിക്കുന്ന സിന്തറ്റിക് ആയിട്ടുണ്ടാകുന്ന വില കുറഞ്ഞ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്ന പുളിപ്പറപ്പിൽ ഈ സാധനം തലച്ചോറിലേക്ക് കുതിച്ചെത്തും. വില തുച്ഛം ഗുണം മെച്ചം. അപ്പൊ അതുകൊണ്ട് ഇനി ഞെട്ടിക്കുന്ന കാര്യം ലോകത്തോട് പറയാൻ പോവാണ്. 2022 ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് ഈ കേരളത്തിലെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എറണാകുളം ജില്ലയിലാണ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. അസുഖത്തിന്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയാം, സബ് മ്യൂക്കസ് ഓറൽ ഫൈബ്രോസിസ് സിൻഡ്രോം. സബ് മ്യൂക്കസ് ഓറൽ ഫൈബ്രോസിസ് സിൻഡ്രോം എന്ന് പറയപ്പെടുന്നത് മൃദുലമായ കോശഭാഗം ദ്രവിച്ച് പഴുപ്പും രക്തവും ദുർഗന്ധത്തോടുകൂടി പശയോടുകൂടി വമിക്കപ്പെടുന്ന മാംസം ചീഞ്ഞ് പുഴുത്തുനാറി ഓട്ടയാകുന്ന അസുഖത്തിന്റെ പേരാണ് സബ് മ്യൂക്കസ് ഫൈബ്രോസിസ് ഓറൽ സിൻഡ്രോം. ഇത് പിടിപെട്ടത് വയനാട് ജില്ലയിലെ ഗാനമേള പാട്ട് പാടുന്ന ഗോപാലനുണ്ട്. ഗോപാലൻ പാട്ടൊക്കെ പാടി ഒരുപാട് സോഷ്യൽ മീഡിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഗോപാലൻ പാട്ട് പാടിയ ദിവസം രാവിലെ 2021 രാവിലെ പുലർച്ചെ പല്ല് തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി പുറത്തുനിന്ന് കിടക്കുന്നുണ്ട്. അമ്മ കിടന്നുറങ്ങുകയാണ്. അപ്പൊ പല്ല് തേക്കുന്ന സമയത്ത് ബ്രഷ് തുളച്ച് പുറത്തേക്ക് വന്നു, കവിള് തുളച്ച് ഇതിലേ വന്നു. ബ്രഷ് ഇതിലെ പിടിച്ച് പുറത്തേക്ക് എടുത്തു. ഒറ്റ അലർച്ചയായിട്ട് അലറിയപ്പോ ശബ്ദം മൊത്തം ഇതിലെ ബിസിലടിക്കുന്ന പോലെ പുറത്തേക്ക് പോയി. അപ്പൊ നോക്കുമ്പോൾ സംശയം 2 ദിവസം മുമ്പ് അവൾ വൈത്തിരി വെച്ച് ഭക്ഷണം കഴിച്ചപ്പത്തിന് എന്തോ സാധനം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വെച്ച് കൈകൊണ്ട് അമർത്തിയൊക്കെ ഇവിടെ ഓട്ടം വന്നു. അമ്മ എന്ന് പറഞ്ഞ് കഴിഞ്ഞ് കൽപ്പറ്റ പോയി അവിടെ പരിശോധിച്ചു. റിസൾട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഗോപാലൻ 21 വയസ്സ്, സബ് മ്യൂക്കസ് ഓറൽ ഫൈബ്രോസിസ് സിൻഡ്രോം ആണെന്ന് സംശയിക്കപ്പെട്ട് റെഫർ ചെയ്തു ക്യാൻസർ സെന്ററിൽ തിരുവനന്തപുരത്തേക്ക്. അവിടെ പോയി പരിശോധിച്ചു. റിസൾട്ട് വന്നു. ആ റിസൾട്ട് വരുന്ന സമയത്ത് CCTV ക്യാമറയുടെ അടിയിൽ മകനും അമ്മയും നിൽക്കുകയാണ്. റിസൾട്ട് ഡോക്ടർ വായിച്ചിട്ട് നേഴ്സ് കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ വണ്ടിക്കകത്ത് പോകുന്ന വഴിക്ക് മകൻ ചോദിച്ചെല്ലാം മനസ്സിലാക്കിയപ്പോൾ എന്താണ് സബ് മ്യൂക്കസ് ഓറൽ ഫൈബ്രോസിസ് സിൻഡ്രോം ചോദിച്ചപ്പോഴത്തിന് ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റുന്ന മാംസം കഴിഞ്ഞ് പഴുത്തു പോകുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന അസുഖത്തിന്റെ പേരാണ് ഈ അസുഖം. അത് നാവിലും കവിളിലും തൊണ്ടയിലും വരുന്ന അസുഖമാണ്. രക്ഷപ്പെടില്ല എന്ന് മനസ്സിലാക്കി. അപ്പോഴേക്കും ഡോക്ടർ അവിടുന്ന് ഡിക്ലെയർ ചെയ്തു അസുഖം എന്ന് പറഞ്ഞപ്പം ഈ അമ്മ ഈ മകനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് തള്ളിക്കൊണ്ടുപോകുന്ന രംഗമുണ്ട് CCTVക്കകത്ത്. മോനെ, അമ്മ എടുത്തു കളഞ്ഞപ്പോ എന്റെ കൈ പിടിച്ച് തിരിച്ചില്ലേ, തലകണക്കകത്ത് എടുത്തു കളഞ്ഞപ്പോ തിരിച്ചില്ലേ, അമ്മ ശപിച്ചിട്ടില്ലല്ലോ, എന്റെ കുട്ടിക്ക് എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് മോനെ തള്ളിക്കൊണ്ടുപോകുന്ന ഹൃദയം പറഞ്ഞു പോകുന്ന രംഗമുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനുശേഷം 3 മിനിറ്റ് വരുന്ന വീഡിയോ ഉണ്ട്. www.national സൗത്തിനകത്ത് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. RCC സൈറ്റിൽ കിടക്കുന്നുണ്ട്. യുവജനങ്ങളോട് ഈ പറയുന്ന ഗോപാൽ എന്ന് പറയുന്ന വ്യക്തി മാപ്പ് അപേക്ഷിക്കുകയാണ്, എനിക്ക് വന്ന ദുരന്തം നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന്. ആരും എന്റെ സുഹൃത്തിന് പോലും അറിയില്ല ഇത് ഉപയോഗിക്കുന്ന കാര്യം എന്നാണ് ഗോപാലൻ വെളിപ്പെടുത്തിയത്. എന്റെ പാന്റിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന സാധനം ബാത്റൂമുകളിലും മൂത്രപ്പുരകളിലും വീടിന്റെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ വാഹനത്തിനകത്തും ആരും കാണാതെ കൈകൾ താത്തി ഞാൻ ആരും അറിയാതെ എടുത്ത് എന്റെ കയ്യിൽ വെച്ചിട്ട് വളരെ രഹസ്യമായ രീതിയിൽ എന്റെ മേൽചുണ്ടിനിടയിലേക്ക് ഞാൻ അമർത്തിയത് വെക്കുമ്പോൾ എന്റെ അമ്മ മാത്രമായിരുന്നു അറിഞ്ഞത്, എന്റെ ഏക കൂട്ടുകാരൻ ബിബിനും മാത്രം അത് അറിഞ്ഞത്. പക്ഷേ ഇന്ന് ലോകം മുഴുവൻ അറിഞ്ഞു. എന്റെ മാംസം കരിഞ്ഞു ചീഞ്ഞ് പഴുത്ത് എന്റെ തൊണ്ടയിലേക്ക് ഇൻഫെക്ഷൻ വന്ന് തലച്ചോറിലേക്ക് സന്ദേശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മരണത്തിലേക്ക് ഇതാ അടുത്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് വന്ന ദുരന്തം നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് പറയുന്ന വീഡിയോ ഉണ്ട് 3 മിനിറ്റ് ഉള്ളത്. അതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. മക്കളെ ഉപയോഗപ്പെടുത്തി ഷെയർ ഒക്കെ ചെയ്യണം. അപ്പം കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഓർത്തോളൂ, ഈ സാധനം ആരോഗ്യപരമായി കുടുംബം നയിക്കാൻ പറ്റൂല. ഈ സാധനം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അഗ്രസീവ് ആകുന്ന സംഭവമാണ്. കണ്ട ചെറിയ സാധനമാണ്, 10-30 രൂപയ്ക്കുള്ള സാധനമാണ്. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് നിർത്തലാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാനൊരു വാക്ക് നിങ്ങൾക്ക് തരാം. ഇത് ഉപയോഗിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഫോൺ നമ്പർ എനിക്ക് തന്നോളൂ. നിശ്ചയമാണ് ജീവിതത്തിലേക്ക് ഇത് തിരികെ വരാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി സാന്ദർഭ്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. നമുക്ക് ലഹരിയോടുള്ള കൂടുതൽ ആസക്തിയൊക്കെ തോന്നാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം ഓർത്തോളൂ, നമ്മുടെ സമയത്തിനകത്ത് നമ്മളെ കേൾക്കാനും നമ്മളെ ചേർത്ത് പിടിക്കാനും നമ്മളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാനും ഒരാള് സത്യത്തിലില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പൊ അതുകൊണ്ട്
ആരെങ്കിലും സ്ത്രീകൾ ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ ഭർത്താവ് പുകവലിക്കുന്നുണ്ട്, ഭർത്താവ് മദ്യപിക്കുന്നുണ്ട്, ഭർത്താവ് ഇത് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓർത്തോളൂ, എന്റെ സാന്നിധ്യവും സാമീപ്യവും 100% യഥാസ്ഥാനത്ത് നിൽക്കുന്നില്ല. ഞാൻ ഭാര്യയായിട്ടും എന്നെ മകനെ കല്യാണം കഴിച്ച എന്റെ പുരുഷൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. എന്റെ ഭർത്താവിനെ 2 മക്കൾ എനിക്കുണ്ട്. നാളെ തൊട്ട് എന്റെ ഭർത്താവിനെ തലയെ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ട്, വയറ്റത്തോട്ട് സത്യം ചെയ്തിട്ടുണ്ട്, ഖുറാനെ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ എന്റെ ഭർത്താവ് നിർത്തണില്ല. എന്താണ് കാരണം? 14 വർഷമായി ഭർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. എന്തേ ഭാര്യ എനിക്ക് നിർത്താൻ പറ്റാത്ത എന്തേ? അങ്ങനെയുള്ള സ്ഥലത്താണ് ചില ചിന്തകൾ നിങ്ങൾ എടുക്കണം. ചില വിചാര ചിന്തകളൊക്കെ നിങ്ങളൊന്ന് എടുത്തു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമുള്ളൂ. ഞാൻ പറയാം, ഡൽഹിയിലെ രാമലീല മൈതാനത്ത് 72 വയസ്സായ അണ്ണാസാരെ അഴിമതിക്കെതിരെ പട്ടിണി കിടന്നു. 42 ദിവസം 42 ഡേയ്സ് പട്ടിണി കിടന്നു, വെള്ളം മാത്രം കുടിച്ചോണ്ട്. ഭർത്താവിന്റെ ലഹരിക്കെതിരെ ഒരു വെള്ളം പോലും കുടിക്കാതെ വീട്ടിൽ പട്ടിണി കിടക്കാൻ പറ്റുന്ന ചില നാരിമാരുണ്ടെങ്കിൽ ആ വിശ്വാസ സംഹിതയ്ക്ക് മുമ്പിൽ, ആ പ്രതിജ്ഞ മുമ്പിൽ, ആ ദൃഢനിശ്ചയത്തിന് മുമ്പിൽ ഭർത്താവിന്റെ ലഹരി എന്ന് പറയുന്ന ഉപയോഗത്തിനെ അത് എടുത്തു മാറ്റാൻ പ്രതിജ്ഞാബദ്ധരാവും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ അക്കമിട്ടറിയാം. സമയത്തിന്റെ കുറവ് മൂലം എനിക്കൊന്ന് കൂടുതൽ കടന്നു പോകുന്നില്ല. നമ്മുടെയൊക്കെ വിശ്വാസവും നമ്മുടെയൊക്കെ സ്നേഹവും നമ്മുടെ ചേർത്ത് പിടിക്കലും നമ്മുടെ വാക്കുകളുടെ മൃദുത്വവും ഒക്കെയാണ് നമ്മുടെയൊക്കെ ഭർത്താക്കന്മാരെയൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുക. ധാർഷ്ട്യത്തിലൂടെയും ഉപദേശങ്ങളിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ള ആളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നിർത്തിക്കൂടെ അങ്ങനെ ഇങ്ങനെ എന്നുള്ള കലുഷിതമായ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയും ഇന്ന് മാനസാന്തരപ്പെട്ടിട്ടില്ല. 2 കരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇക്കാക്കനെ കൂടുതൽ കാണണം, എന്റെ ഇക്കനെ കൂടുതൽ കാണണം, എനിക്ക് കാണണം എന്ന് പറഞ്ഞ് വലിക്കുന്ന സിഗരറ്റ് 4 പഫ് എടുക്കുന്നവരെയും ഭാര്യ കാത്തു നിന്നത് 5ാമത്തെ പഫ് എടുക്കും പറയാം ഇനി മതി എന്ന് പറഞ്ഞ് സ്നേഹത്തിന്റെ ഒരു സിഗരറ്റ് കയറി പിടിക്കുന്ന ഒരു പിടുത്തമുണ്ട്. ഒറ്റയടിക്ക് തട്ടി കളയുന്നത്, ഒറ്റയടിക്ക് തട്ടി ഒറ്റയടി ഇങ്ങോട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് മോത്തിട്ട്. അപ്പൊ അതൊക്കെ കൈ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു രീതിയൊക്കെ, രീതി എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അതൊക്കെ പോയിട്ട് ഇനി മതി 4 അതിലേക്കാക്കാ തലത്ത് കിടുക, എന്നിട്ട് ചവിട്ട് കിട്ടുക. ഇല്ല ഞാൻ പറഞ്ഞ കാര്യമില്ല, നിങ്ങൾക്ക് അറിയാതൊക്കെ. അപ്പം അല്ലാതെ പോയിട്ട് തട്ടിട്ടി കഴിഞ്ഞാൽ തട്ടോട് കൂടി അടുത്ത കൈ ഒറ്റയടി ഇങ്ങോട്ടും വരും, മൂന്നേക്കും വരും. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെക്കാളും വലിയ സാധനമാണ് ആ വലിച്ചു കിട്ടുന്ന സാധനം. അപ്പൊ അതുകൊണ്ട് സ്നേഹവും സഹോദരവും സഹാനുഭൂതിയും ഒക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ എന്തും നമുക്ക് നിർത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ സാധനമൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ആദ്യമൊക്കെ കുറേ സാധനം ഉണ്ടെങ്കിൽ കുറച്ചെടുത്ത് കളഞ്ഞിട്ട് പറയാം എന്ന് ഇത്ര ഉപയോഗിച്ചാൽ മതി പറഞ്ഞിട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചില പ്രാർത്ഥന കൊണ്ടും പിന്നെ ഈ ചില കാര്യമുണ്ട് കേട്ടോ. ഞാൻ പറയാറുണ്ട്, ഹൈന്ദവരാണെങ്കിൽ ഞാൻ പറയാറുണ്ട്, ശബരിമലയ്ക്ക് മാലയിടുന്ന സമയത്ത് ഏറ്റവും നല്ല അവസരമാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു സമയമാണ്. ഒരു ഇസ്ലാമത വിശ്വാസിയാണെങ്കിൽ നോമ്പൊക്കെ വരുമ്പോൾ ഏത് കടുത്ത ലഹരി പദാർത്ഥത്തെയും വിശ്വാസ സംഹിതമായിട്ട് നോമ്പും പ്രാർത്ഥന പ്രധാനിഷ്ഠ സമയത്തൊക്കെ നിർത്താൻ പറ്റുന്ന സമയമാണ്. ശരീരം അതിനോട് പൊരുത്തപ്പെട്ട് വരുമ്പോൾ കുറച്ച് മനസ്സും കൂടെ കാണിച്ച് ഭാര്യയും കൂടെ കുറച്ച് ഒന്ന് ഒത്തു നിന്ന് മക്കളെയും കൂടെ കുറച്ചൊന്ന് സ്നേഹിച്ച് നിന്ന് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നിർത്താൻ പറ്റും, ഒരു സംശയമൊന്നുമില്ല. അപ്പം ഇനി നീട്ടിക്കൊണ്ടൊന്നും വലിയ ഉചിതമൊന്നുമില്ല, ഞങ്ങൾക്ക് കണ്ണൂർ എത്തേണ്ട കാര്യം കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. അപ്പം നീട്ടിക്കൊണ്ട് വലിയ ഇതൊന്നുമില്ല. അപ്പം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളോട് ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ജീവിതത്തിൽ ഏറ്റവും വലിയ ലഹരി എന്താണെന്ന് അറിയാമോ? അറിയാം, മക്കൾക്കറിയോ? ജീവിതത്തിൽ ഏറ്റവും വലിയ ലഹരി എന്താ? മൊബൈൽ ഫോൺ. സത്യ പറഞ്ഞ സത്യ. 600 കുട്ടികളുണ്ടായിരുന്നു വൈത്തിരിയിൽ. 600 കുട്ടികൾ. ഞാൻ പറഞ്ഞു, മക്കളെ, ജീവിതത്തിൽ ഏറ്റവും ലഹരി മാതാപിതാക്കളാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണ് എല്ലാവരും പൊക്കി പിടിക്കാൻ പറഞ്ഞാൽ 600 മൊബൈൽ ഫോണുകൾ ഇങ്ങനെ പൊക്കി പിടിച്ചു കുട്ടികൾ, എല്ലാം ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ്. ഞാൻ പറഞ്ഞു, സ്വന്തം ഉമ്മയുടെ ഉപ്പയുടെ ഫോട്ടോ വാൾപേപ്പറിൽ സൂക്ഷിക്കുന്ന മക്കള് ഒന്ന് വീതിയിലോട്ട് വരണമെന്ന് പറഞ്ഞു. നിർഭാഗ്യവശാൽ എല്ലാ ഫോണുകളും താന്നു. ഒരു കരം മാത്രം ഇങ്ങനെ പൊങ്ങി പിടിച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടിയായിരുന്നു, വരാൻ പറഞ്ഞു. ഡിഗ്രി ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. വൈദ്യുതി വരാൻ പറഞ്ഞു. നേരെ വേദിയിലേക്ക് വന്നു. മോളോട് ഞാൻ ചോദിച്ചു, ആരുടെ ഫോട്ടോ ഇട്ടേക്കെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, എൻ്റെ അമ്മയുടെ ഫോട്ടോയാണ് സാറേ. നോക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു ഓവർ കോട്ടൊക്കെ ഇട്ട് എനിക്ക് അമ്മയെ കണ്ടു. ഞാൻ ചോദിച്ചു, അമ്മ നല്ല ഫാഷനാണ് ചോദിച്ചപ്പോൾ പെട്ടെന്ന് കുട്ടിയുടെ കണ്ണ് നിറയാൻ തുടങ്ങി. അല്ല, എൻ്റെ അമ്മ തൊഴിലുറപ്പത്തിൻ്റെ ജോലിക്കൊക്കെ പോവാണ് സാറേ, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി അമ്മ അച്ഛൻ്റെ ഫുൾ കേഷ് ഇട്ടതാന്ന് പറഞ്ഞു. വലിയ ഒരു അഭിമാനം തോന്നിയ നിമിഷമാണ്. തൻ്റെ അമ്മ തൊഴിലുറപ്പത്തിൻ്റെ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന നാമമാത്രമായ വേതനം കൊണ്ട് ഒരു മകളെ BA ഇംഗ്ലീഷ് സാഹിത്യം 2ാം വർഷം പഠിപ്പിക്കാൻ അവളെ കരുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മാഹാത്മ്യം എത്രയാണ്. അമ്മയുടെ ഫോട്ടോ അല്ലാതെ ആരാണ് അവൾ ആ മൊബൈലിൽ വാൾപേപ്പറിൽ ഇടുക? ഞാൻ മുമ്പിലിരിക്കുന്ന 2 കുട്ടിയോട് ചോദിച്ചു, ആരെ ഫോട്ടോ ഇട്ടേക്കണേ ചോദിച്ചപ്പോൾ തലേ ചൊറഞ്ഞു, എൻ്റെ സെൽഫിയാണ് സാറേ അറിഞ്ഞു. എൻ്റെ സെൽഫി തന്നെയാണ് പറഞ്ഞു. തൊട്ടപ്പുറം ചോദിച്ചു, നമ്മൾ ആരെ ചോദിച്ചു? നെയ്മർ പറഞ്ഞു. നീയോ ചോദിച്ചു? ഞാൻ മെസ്സിയാണ് പറഞ്ഞു. അങ്ങനെ നെയ്മറും മെസ്സിയും ഉസൈൻ ബോൾട്ടും മോഹൻലാലും പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഒക്കെ ഇങ്ങനെ സ്ഥാനം പിടിക്കുകയാണ് മൊബൈൽ ഫോണിനകത്ത്. ഒരുപക്ഷെ ഏറ്റവും വലിയ ലഹരി ആരും ചോദിച്ചപ്പോൾ ഇവിടെ ആരോ പറഞ്ഞാണല്ലേ കുഞ്ഞുമക്കള് മൊബൈലാണ് പറഞ്ഞു. മൊബൈൽ തന്നെ അല്ലേ, നിങ്ങളെക്കാളും വലിയ ലഹരി മൊബൈൽ അവർക്ക്.
നിങ്ങളൊക്കെ രണ്ടാം സ്ഥാനമുള്ളൂ, എണ്ണുണ്ടാവില്ല. മക്കൾക്ക് എൻ്റെ മകനടങ്ങുന്ന ഇല്ലേ, എൻ്റെ മകളടങ്ങുന്ന കുഞ്ഞുമക്കൾക്കൊക്കെ ഇന്ന് ലഹരി എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഇത് പിടിച്ചു വാങ്ങിയ കൊലപാതകം നടക്കും വീട്ടില്. ഇത് കൊടുത്താൽ നിങ്ങൾക്ക് എത്ര നേരം വേണേൽ തുണി അലക്കാം. ഇത് കൊടുത്താൽ എത്ര നേരം ഏത് കഴിക്കാത്ത ഭക്ഷണം വരെ കഴിപ്പിക്കാൻ പറ്റും. ഇത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് സ്വസ്ഥതയും കിട്ടും വീട്ടിൽ. പക്ഷെ അവിടെ എല്ലാം നിങ്ങൾ ആലോചിച്ചോളുക, താൽക്കാലികമായ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി നിങ്ങൾ സമ്മാനിക്കപ്പെടുന്ന 2 ഇഞ്ച് വീതി 4 ഇഞ്ച് നീളമുള്ള ഈ സാധനം ഒരു മഹാദുരന്തത്തിലേക്ക് കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഉപാധിയാണ്. ശൈശവ കാലഘട്ടങ്ങളിൽ ഇത് കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ വേലകൾ, അതിനകത്ത് കാണുന്ന ചിലയിലെ കാർട്ടൂണുകൾ അവനൊരു മടിയനാക്കുന്ന കാര്യം നിങ്ങൾ മറന്നു പോകുന്നു. ഇതിൽ കാണുന്ന ചില കാർട്ടൂണുകൾ അവൻ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ബന്ധങ്ങൾ നശിച്ചു പോകുന്നു. അയൽവക്കത്തുള്ള മമ്മദൊക്കെ കാലൊടിഞ്ഞ് കിടക്കുമ്പം അത് പോയി കാണാൻ അവന് അവസരം ലഭിക്കുന്നില്ല. കണ്ടാൽ തന്നെ അവൻ ആദ്യം എടുത്ത് മൊബൈൽ ഫോൺ എടുത്ത് മമ്മദക്കിന്റെ ഒടിഞ്ഞ കാലം അവനെയും വെച്ച് സെൽഫി എടുത്തുകൊണ്ട് അവൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ അവൻ ജാഗ്രത കാണിക്കും. ഒരു കട്ടിൽ കിടക്കുമ്പോൾ ഭാര്യ നീങ്ങി കിടക്കാൻ പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ തള്ളും, ഭാര്യ അങ്ങോട്ടും ഭർത്താവും ഭാര്യ അങ്ങോട്ടും കൊണ്ട് തള്ളുകയാണ്. കാര്യം എന്താ, ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കുന്നില്ല. കാര്യം ഭാര്യയുടെ ചെവിയിൽ ഈ ബഡ്സ് വെച്ച് ഇയർഫോൺ വെച്ചിട്ടുണ്ട്, ഭർത്താവും വെച്ചിട്ടുണ്ട് ഭാര്യയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഭാര്യ മെസ്സേജ് അയച്ചു, അല്ല ഭർത്താവ് ഭാര്യയ്ക്കൊരു മെസ്സേജ്, പൊന്നു ഒന്ന് നീങ്ങി കിടക്കടിയാണ്. ഭാര്യ തിരിച്ചൊരു മെസ്സേജ്, ഓക്കേടാ കുട്ട അറിഞ്ഞ അങ്ങോട്ടൊരു മെസ്സേജ്. ഈ മെസ്സേജ് കിട്ടിയപ്പോഴാണ് ഭാര്യയ്ക്ക് മനസ്സിലായത് ഭർത്താവ് നീങ്ങി കിടക്കാൻ പറയുന്നത്. എന്നിട്ട് നീങ്ങി കിടത്തും. ഒരു കട്ടിൽ തന്നെ പരസ്പരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് സമ്മാനിക്കാൻ പറ്റാതെ ഇൻഡയറക്റ്റ് ആയിട്ട് മൊബൈലിലൂടെ മെസ്സേജുകളിലൂടെ കൺവേ ചെയ്യുന്നൊരു വർത്തമാന കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കണേ. അതുകൊണ്ട് വരുന്ന വഴി ഭർത്താവ് വഴിവക്കിൽ ഊടുവഴിയിലെല്ലാം നിന്നുകൊണ്ട് വണ്ടിയിൽ എവിടെ നിന്നുകൊണ്ട് എല്ലാവിധ സാധനങ്ങളും ആപ്പും ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് സോഷ്യൽ മീഡിയ എല്ലാം ചാറ്റും എല്ലാം ഡിലീറ്റ് ചെയ്യും, ക്ലിയർ ചെയ്യും. കാര്യം എന്താ, വീട്ടിലെല്ലാം കണ്ടുപിടിക്കാൻ പറ്റിയ ഒരാൾ വീട്ടിൽ ഇരിക്കേണ്ടിങ്ങനെ ഭൂതക്കണ്ണാടിയും വെച്ച് ഓളിതൊക്കെ കണ്ടുപിടിച്ച് കണ്ട് സ്വൈര്യം തരില്ല സാധനം പണ്ടാര കാലത്തെ അറിയാം. അതേ സമയത്ത് ഭാര്യ അടുക്കള ഇരുന്നുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കും, ഭർത്താവ് വരാറായിക്കട്ടെ, ആ കോന്തം വന്നിട്ട് ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് സമാധാനയ്ക്ക് സ്വൈര്യം തരില്ല അയാള്. ഇങ്ങനെയുണ്ട് മനസ്സൻ എന്ന് പറഞ്ഞിട്ട് ഭാര്യയും കുത്തുന്ന എല്ലാം ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഭാര്യയും ഭർത്താവും കുത്തിരുന്ന് ഡിലീറ്റ് ചെയ്യണ ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് സത്യം നമ്മൾ ഈ ലോകം മുൻപോട്ട് പോകുന്നത്. ഇതാ ഇതിന്റെ സത്യം. പക്ഷെ ഇത് പിന്നെ നമ്മൾ ആർക്കൊക്കെ വേണ്ടി ജീവിക്കുന്നുണ്ട്, സത്യം തന്നെയാണ്, ആർക്കൊക്കെ വേണ്ടി ജീവിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് ഈ ദേശവാസികൾ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത്, ലോകത്തിന്റെ കിടപ്പ് അങ്ങനെയാണെന്നാണ് സാന്ദർഭ്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കൂട്ടി നീട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ല. അപ്പം ഏറെ സന്തോഷമുണ്ട് ഈ വേദിയില് ഇനിയും മനോഹരമായ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ സാലിഹ് ഫൈസിയുടെ പ്രഭാഷണം നടക്കാനുണ്ട്. ആ ഒരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഈ പരിപാടി ഇവിടെ ഞാൻ പൂർണ്ണമാക്കപ്പെടുകയാണ്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ സാന്ദർഭ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് മാതാവും പിതാവുമാണ്. ഒരു ഉമ്മയെ സ്നേഹിക്കുന്ന ഒരു മകനും കയ്യിൽ സിഗരറ്റോ മദ്യമോ കടന്നു വരൂല. ഒരു ഉപ്പയെ സ്നേഹിക്കുന്ന ഒരു മകന്റെ കയ്യിൽ സിഗരറ്റോ ഒരു മദ്യമോ കടന്നു വരൂല. കാര്യം എന്താ, മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിൽ സ്വർഗമുണ്ടെന്ന് പ്രവാചക സന്ദേശം മാനവരാശിയെ എപ്പോഴും നമുക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ ഓർമ്മകളെല്ലാം പെട്ടെന്ന് നമുക്ക് മറന്നു പോകുന്നുണ്ട്. മനുഷ്യൻ പെട്ടെന്ന് മറന്നു പോകുന്നവനാണ്, മറവിക്കാനാണ് മനുഷ്യൻ പെട്ടെന്ന്. പക്ഷേ എന്തു പറഞ്ഞാലും മാതാപിതാക്കളുടെ സ്നേഹവും പരിചരണവും ശുശ്രൂഷയും അവരോടുള്ള പരിചരണവും ഒരു മനുഷ്യനും ഒരു മക്കളും മറന്നുപോകാതെ ഹൃദയാന്തരങ്ങൾ ആരാണോ സൂക്ഷിക്കുന്നവൻ അവനാണ് മഹാൻ. അവൻ മഹത്വത്തിന്റെ പട്ടികയിലേക്ക് ഉയർന്നു കയറും. അപ്പം ഈ മാതാപിതാക്കളെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ അമ്മ ഇവിടെ കുളപ്പുള്ളിയിൽ ഒരു മെഡിക്കൽ കോളേജിൽ ഇപ്പം അണ്ടർ ട്രീറ്റ്മെന്റ് ഉണ്ട്. അമ്മ ഒരു ഭാഗം അമ്മയുടെ തളർന്നു പോയിരിക്കുകയാണ്. അമ്മയുടെ ഇപ്പം അമ്മ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അമ്മ സുഖം പ്രാപിച്ചു. ഇപ്പം ഞാൻ അമ്മയൊരു സുഖചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ കൊണ്ടാക്കിയിരിക്കും, ഒരു മാസത്തെ ഉഴിച്ചിലിന് വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ അമ്മ ഇങ്ങനെ മഹത്വത്തിലേക്ക് സംസാരിക്കല്ല. അമ്മയ്ക്കൊരു കുറവുമില്ല, അമ്മ കാണുന്ന സ്ഥലങ്ങളില്ല, അമ്മ യാത്ര ചെയ്ത ഇടങ്ങളില്ല. എൻ്റെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൻ്റെ അമ്മ ഇരിക്കുള്ളൂ. പല സ്ഥലങ്ങളിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അമ്മയെ കൊണ്ടുപോകാറുണ്ട്. മഹേഷും ഞാനും, മഹേഷ് അതേപോലെ ചെയ്യാറുള്ള വ്യക്തിയാണ്. നിങ്ങളോട് എൻ്റെ സംസാരത്തിനകത്ത് ഏറ്റവും നിങ്ങൾ ഏതെങ്കിലും കാര്യം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. എൻ്റെ ആജ്ഞയിൽ അപേക്ഷയാണ്. നിങ്ങളുടെ സമ്പാദ്യത്തിനകത്ത് ചെറിയൊരു വീതം മാതാപിതാക്കൾക്ക് കൊടുക്കണം. ജോലിയൊന്നും ഇല്ലാതെ വീടുകളിൽ ഇരിക്കുന്ന ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു ചെറിയ തുക എപ്പോൾ നിങ്ങളുടെ വേർപ്പിന്റെ ദശാംശം നിങ്ങളുടെ കയ്യിൽ വരുന്നോ, 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി എപ്പോഴാണോ നിങ്ങളെ കയ്യിൽ വരുന്നത് ആ നിമിഷം തന്നെ ആദ്യം ആ പണത്തിനകത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉമ്മയുടെ കയ്യിൽ ഒരു ചെറിയ തുക കൊടുക്കുക, ഉപ്പയ്ക്കും കൊടുക്കുക. നിങ്ങൾ മനസ്സിനകത്ത് എഴുതി വെച്ചോളൂ, നിങ്ങളെല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളും മാറിക്കിട്ടും. എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. 70,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായിട്ട് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. എനിക്ക് 70,000 രൂപ പ്രതിമാസം ശമ്പളം കിട്ടുന്നുണ്ട്. എല്ലാ മാസവും മുടങ്ങാതെ 5,000 രൂപ എൻ്റെ അമ്മയുടെ കൈ ഞാൻ കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് പെൻഷനുണ്ട്, പക്ഷേ അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്ന പൈസ ആവശ്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ സന്തോഷമാണ് ഈ ചില മാസം ഞാൻ 4,500 രൂപ അമ്മയ്ക്ക് കൊടുക്കുകയുള്ളൂ. ബോധപൂർവ്വം കൊടുക്കണം 4,500 രൂപ. ഈ 4,500 രൂപ കൊടുക്കുന്ന ഒരു മാസവും എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല മക്കളെ 500 രൂപ കുറവുണ്ടെന്ന് പറഞ്ഞിട്ടില്ല.
5500 രൂപ ചിലപ്പോൾ അറിയാതെ കൊടുക്കും. ആ മാസം അമ്മ പറയും മക്കളെ 500 രൂപ കൂടുതലുണ്ട് കേട്ടോ പറയും. ഈ മാത്തമാറ്റിക്സ് എന്താണെന്ന് എനിക്ക് ഇന്നും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഒരുപക്ഷെ അമ്മ അനുഭവിച്ച പട്ടിണിയായിരിക്കാം, അമ്മ അനുഭവിച്ച സഹനമായിരിക്കാം. ജീവിതത്തിനകത്ത് അമ്മയ്ക്ക് ഒന്നിനൊരു കുറവില്ല, എല്ലാ സന്തോഷവും ഉണ്ട്. അമ്മയ്ക്കുണ്ട് ഇഷ്ടംപോലെ ഡ്രസ്സും ആവശ്യ ആഭരണങ്ങളും. റോഡ് ഗോൾഡിന്റെ ഒരു മാല വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിന്ന് അമ്മയ്ക്ക് ഇഷ്ടംപോലെ സ്വർണ്ണവും കാര്യങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ജീവിത അനുഭവം എന്ന് പറയുന്നത് എൻ്റെ അമ്മയെ ഹൃദയം കൊണ്ട് ഞാൻ സ്നേഹിച്ച് പരിചരിക്കാൻ തുടങ്ങി അന്ന് തൊട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹവും എനിക്കൊരു സന്തോഷങ്ങളുമാണ്. അച്ഛൻ എന്ന് അമ്മയെ തനിച്ചാക്കി അച്ഛൻ പോയി. പക്ഷെ അമ്മയ്ക്ക് ആ പാർശ്വം നടന്നു പോയി. അമ്മയ്ക്ക് ഞാനും എൻ്റെ മകനും മകളും എൻ്റെ ഭാര്യയുമുണ്ട്. അമ്മയ്ക്ക് ഒരു കുറവുമില്ല. എൻ്റെ എല്ലാ സന്തോഷങ്ങളും അമ്മയുണ്ട്. എൻ്റെ എല്ലാ യാത്രകളിലും അമ്മയുണ്ട്. കാരണം ഞാൻ എപ്പോഴും കെ എൻ എ ഖാദർ നിയമസഭയിൽ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തന തോന്നുന്നുണ്ട്, ശ്രദ്ധ ക്ഷമിക്കുക. അദ്ദേഹം പറഞ്ഞൊരു മനുഷ്യൻ്റെ ശരാശരി ആയുസ് 80 വയസ്സാണ്. ശരാശരി ആയുസ് 80 വയസ്സ്. എൻ്റെ അമ്മയ്ക്ക് 74 വയസ്സ് പ്രായമുണ്ട്. ഇനി 6 വയസ്സുള്ളൂ. അങ്ങനെയാണെങ്കിൽ 6നെ 365 ഗുണിച്ചു കഴിഞ്ഞാൽ 2190 ദിവസം കിട്ടും. അല്ല, പകുതി ദിവസം എൻ്റെ അമ്മ കിടന്നുറങ്ങില്ല. ആക്റ്റീവായിട്ട് 1090 ദിവസം അമ്മയുടെ കയ്യിലുണ്ട്. ഈ 1190 ദിവസം മമ്പാടെന്ന് പറയുന്ന ആ കൊച്ചു ദേശത്ത് ഒരു കോൺക്രീറ്റ് വീടിനകത്ത് അമ്മ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു ടി-വിക്ക് മുമ്പിലോ അല്ലെങ്കിൽ ഒരു ബൈബിളിനകത്ത് സമർപ്പിതമാക്കേണ്ടതല്ല എൻ്റെ അമ്മയുടെ ജീവിതം. ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കും ഞാൻ പോകുന്ന സന്തോഷങ്ങളിലേക്കും ഞാൻ പോകുന്ന കടൽ തീരത്തേക്കും എൻ്റെ അമ്മ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാറാണ്. ഞാൻ പങ്കെടുക്കുന്ന മഹാസമ്മേളനങ്ങളിൽ ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും ഞാൻ വേദി ചോദിക്കാറുണ്ട്, എനിക്ക് ഫ്രണ്ടിൽ കസേര വേണമെന്ന് പറയാറുണ്ട് അമ്മയ്ക്ക്. അതിന് അമ്മയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഊർജ്ജമാണ്. അതുകൊണ്ട് എൻ്റെ വിശ്വാസമുണ്ട് 80 വയസ്സുകളെ കഴിഞ്ഞ് ഞാൻ അമ്മയെ കൊണ്ടുപോകും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾ മുഴുവൻ ഞാൻ പറയാം, നിങ്ങളുടെ യാത്രകളിൽ സന്തോഷങ്ങളിൽ വാർദ്ധക്യ സഹജമായ വേദനകളും ജരാതര ബാധിച്ച ചുട്ടിച്ചുളഞ്ഞ മാതാപിതാക്കളെ പോയിട്ട് വരട്ടെ എന്ന് പറയരുത്. ഉപ്പയും ഉമ്മയും വരണമെന്ന് പറഞ്ഞ് അവർക്കായി ഒരു സീറ്റ് ഒഴിച്ചു വെച്ച് കുറച്ച് നിർബന്ധം നിങ്ങൾ പ്രകടിപ്പിച്ച ആ ജരാതര ബാധിച്ച ആ 2 ശരീരങ്ങൾ നിങ്ങളുടെ കൂടെ യാത്രയ്ക്ക് പുറപ്പെടും. യാത്ര പുറപ്പെട്ട് നമ്മൾ എത്തുന്ന ലക്ഷ്യസ്ഥാനത്ത് അത് എത്ര ദൂരമായിക്കോട്ടെ, മണാലിയോ കുളുവോ മഞ്ഞ് പെയ്യുന്ന മലകൾ എവിടെയാട്ടെ, അല്ലെ കടൽ തീരത്ത് കോൺക്രീറ്റ് ബെഞ്ചുകളിൽ ഉമ്മയപ്പയെ കൊണ്ടിരുത്തിക്കൊണ്ട് മനോഹരമായ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് അവരെ പേരക്കുട്ടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സെൽഫി എടുത്തുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ സൂക്ഷിച്ച് അവർക്ക് കാണിച്ചു കൊടുത്താൽ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സെൽഫി ഒരുപക്ഷെ നിങ്ങളുടെ ആ 85 വയസ്സുള്ള ഉമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ബീച്ചിനടുത്ത് ചിത്രമായിരിക്കും. ഒരുപക്ഷെ പലപ്പോഴും തലമുറകൾ ഒരുപക്ഷെ അവരെ ബാക്കി വെച്ചുകൊണ്ട് അവർ ഒറ്റയ്ക്കുള്ള യാത്രകളാണ് നേറിയമെങ്ങും കാണുന്നത്. ഒരുപക്ഷെ അത് സ്വന്തമായി ആസ്വദിക്കുന്ന സമയമാണ്. അങ്ങനെ നിങ്ങൾ കൊണ്ടുപോകാൻ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമാണ് നിങ്ങളുടെ വാർദ്ധക്യം സന്തോഷഭരിതമായ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കു കൂട്ടുന്ന ഒരു വലിയ ഒരു പാതുകത്തിന് നിങ്ങൾ വേദി ഒരുക്കപ്പെടുകയാണ്. അത് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്, ആരെ സങ്കടപ്പെടുത്തിയാൽ ഉപ്പയെ സങ്കടപ്പെടുത്തരുത്. ഈ ലോകത്ത് ഉരുകുന്ന ഒരേ ഒരു മനുഷ്യനാണ്, ഉപ്പയാണ്. ഉപ്പ മെഴുകുതിരി പോലെ ഉരുകുന്ന ഒരു ഉപ്പയാണ്. പക്ഷെ ഒരിക്കലും ഉപ്പയെ എവിടെയും സോഷ്യൽ മീഡിയ നവമാധ്യമങ്ങളോ വേദികളിലോ ഒരു മോട്ടിവേഷൻ സ്പീക്കർ എവിടെയും ഉപ്പയെ കുറിച്ച് വർണ്ണിക്കപ്പെടാറില്ല. കാര്യം ഉപ്പ ഒരു കഥാപാത്രമാണ്. വീടിന്റെ ഉമ്മറപ്പടിയിൽ വീടിനെ കാവലാളായിരിക്കുന്ന ഒരു സെക്യൂരിറ്റിക്കാരനായ തണൽ വിരിച്ചു നിൽക്കുന്ന ഒരു വലിയ വടവൃക്ഷമാണ് ഉപ്പ. പലപ്പോഴും ഉപ്പ ശരിക്കും നിങ്ങൾ സങ്കല്പിച്ച് നോക്കിയാൽ മതി, ഉപ്പയെ നമ്മൾ ആരോട് ഉപമിക്കേണ്ടതെന്ന് അറിയാം. ഉപ്പയെ ഈ റോഡിന്റെ പക്കത്ത് വലിയ വൃക്ഷമാണ്, വടവൃക്ഷം. ആ വൃക്ഷത്തിന് ആരും നോക്കുമൊന്നുമില്ല. ശരിക്കും ആ വൃക്ഷത്തിന് അടുത്ത് പോയി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുകളോട്ട് നോക്കിയാൽ മതി, ഒരുപാട് കിളികൾക്ക് കൂടിരിക്കിയിട്ടുണ്ടാവും. അതിലടിയിൽ വേണമെങ്കിൽ നമുക്ക് കുറേ നേരം ഇരിക്കാൻ പറ്റും. കാര്യം അത് തണൽ വിരിക്കുന്ന വടവൃക്ഷമാണ് ഉപ്പ. ആ കുടുംബത്തിന് ഒരുപാട് കുരുവികൾക്ക് കൂടിരിക്കിട്ടുണ്ട് ശിഖരങ്ങൾ. ഒന്നും കൂടെ മരത്തെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ആണി അടിച്ചു കെട്ടിയിട്ടുണ്ടാവും മരത്തിന്റെ താഴകത്ത്. വലിയ തോരണം കെട്ടിയിട്ടുണ്ടാവും അതിന്റെ കഴുത്തുകളിലെല്ലാം. ആ തോരണം അഴിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ ആ കുരുക്ക് വീണിട്ട് ആ മരം ഇങ്ങനെ ഇറുകിയിട്ടുണ്ടാവും. പലപ്പോഴും ഉപ്പ എങ്ങനെയാണ്, പല കുരുക്കുകളും ഉപ്പ ഇങ്ങനെ വിമ്മിഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തിക ഞെരുക്കും പിരിമുറുക്കങ്ങളും ക്ലേശങ്ങളും എല്ലാം അനുഭവിച്ച് വീടിന്റെ കൊലായില് പരിഭവവും പരാതിയും പറയാതിരിക്കുന്ന ഒരു ആൾ രൂപത്തിന്റെ പേരാണ്, പരുക്കനായ ഒരു മുഷിഞ്ഞ കഥാപാത്രത്തിന്റെ പേരാണ് ഉപ്പ. ഈ ഉപ്പമാര് മുഴുവനുമാണ് കേട്ടോ ഹൃദയം പൊട്ടി മരിക്കണേ. ഒരു ഉമ്മമാരും ഈ ഉമ്മമാരൊന്നും ഹൃദയം പൊട്ടി മരിക്കാറില്ല. കാരണം ഇവരെ സങ്കടങ്ങളെ കരഞ്ഞു തീർക്കുന്നവരാണ്. ഒരു ഉപ്പയും ഇന്ന് വരെയും കരഞ്ഞിട്ടില്ല. അവൻ പൊട്ടിച്ചു നിൽക്കുകയും ആ മുഖത്തിനകത്ത് ഒരു കപട മുഖം അണിഞ്ഞുകൊണ്ട് പരുക്കൻ രൂപം പകർന്നുകൊണ്ട് പിടിച്ചു നിൽക്കും. പക്ഷെ ആ പിടിച്ചു നിൽക്കുന്ന രൂപം എന്നാ കരുതെന്നറിയാമോ? പെൺകുട്ടികളെ കല്യാണം ചെയ്ത് വിട്ടുന്ന ദിവസം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ കല്യാണം ചെയ്ത് വിട്ട ദിവസമാണ് നിങ്ങളുടെ ഉപ്പ കരഞ്ഞത്. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഉപ്പ കരയാതിരിക്കുന്ന ദിവസം, നിങ്ങളെ കല്യാണം കഴിച്ച് മറ്റൊരു പുരുഷന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസം, ആ വൈകുന്നേരങ്ങളിൽ ഉപ്പ എല്ലാവരും പറഞ്ഞയച്ച് അവിടുത്തെ കെട്ടും പട്ടും എല്ലാം അഴിച്ച് ആ സായാഹ്നത്തിനകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ, ഒരു കുളി കഴിഞ്ഞ് മുറിക്കകത്ത് കയറുമ്പോൾ
ആ കുഞ്ഞോളെ ഓർത്തുകൊണ്ട് ആ ഉപ്പ ഹൃദയം ഒന്ന് പെട്ടെന്ന് തേങ്ങും. കുറച്ചു നേരം കരയുള്ളൂ, കൂടുതൽ നേരം കരയൊന്നുമില്ല. ആ ഉപ്പമാരെ സങ്കടപ്പെടുത്തരുത്. സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളും തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന ആ ഉമ്മയെ സങ്കടപ്പെടുത്തരുത്. തൊടിയിലെ വാടിക്കറിഞ്ഞ ചെടികൾക്കും കരിയാപ്പലകൾക്കും വെള്ളം ഒഴിച്ചു കൊടുത്ത ഒരു കർഷകശ്രീ അവാർഡ് പോലും കിട്ടാത്ത ആ ഉമ്മയെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. നിന്റെ വിഴുപ്പലക്കാൻ വിധിക്കപ്പെട്ട ആ സ്ത്രീ രൂപത്തിനെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരേസയായ ഉമ്മയെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. പടച്ചവനോടുള്ള പരിവം പറച്ചിൽ സ്വന്തം പേര് പറയാൻ പലപ്പോഴും മറന്നു പോകുന്ന മറവിക്കാരിയായ ഉമ്മയെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. വിളമ്പിക്കൊടുത്ത് തനിക്ക് തിയാതെ വരുമ്പോ മക്കളെ ഉമ്മാക്കത് ഇഷ്ടമല്ല എന്ന് കള്ളം പറയുന്ന ആ മാതൃസ്നേഹത്തിനെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. എല്ലാ പ്രകാശവും അണച്ച് അവസാനത്തെ പ്രകാശവും കെടുത്തി സ്വന്തമായി ഒരു മുറി പോലും ഇല്ലാതെ പരാതിയും പരിഭവവും ഇല്ലാതെ കിടന്നുറങ്ങുന്ന ആൾ ദൈവത്തിനെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. ഒടുവിൽ ഈ സാഗരം കളമൊഴിഞ്ഞു പോകുമ്പോ വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും, ഉമ്മയില്ലാത്ത വീട് വീടേയല്ല. ഉമ്മയുടെ അസാന്നിധ്യം എങ്ങനെയാണ് നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റുക എന്ന് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരികയാണ്. പരിശുദ്ധ ഖുർആനകത്ത് എല്ലാ ഹദീസും ആയത്തുകളും പല ഇസ്ലാമപരമായി ബന്ധപ്പെട്ട സദസ്സുകൾ ഡിബേറ്റൊക്കെ പോകുമ്പോൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 8 വർഷമായിട്ട് പരിശുദ്ധ ഖുർആൻ മലയാള പരിഭാഷയിലൂടെ യാത്ര ചെയ്തൊരു ക്രൈസ്തവ പോലീസുകാരാണ് ഞാൻ. എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് പരിശുദ്ധ ഖുർആന്റെ 25-ാമത്തെ ആയത്താണ്. അതിനകത്ത് വലാ തഖ്ലഹു മൗഫിൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഫിലിപ്പമ്പാടെന്ന് എൻ്റെ ഹൃദയാന്തരങ്ങളിൽ സൃഷ്ടിച്ച ഒരു ചിന്ത ചെറുതല്ല. മാതാപിതാക്കളെ ചെയ്യുന്ന വാക്കുകൊണ്ട് പോലും നിങ്ങൾ ഉച്ചരിക്കപ്പെട്ടിരുന്നു. എത്ര മഹത്തരമാണ് പ്രവാചക സന്ദേശം. മനുഷ്യ ഹൃദയാന്തരങ്ങളിൽ ഇത്രമേൽ ആഴത്തിൽ സ്പർശിക്കാൻ പറ്റുന്ന ഒരു വാക്കും ഖുർആനിൽ എനിക്ക് ദർശിക്കാൻ പറ്റില്ല. യുഗാന്തരങ്ങൾക്ക് മുമ്പ് മാനവരാശിക്ക് പ്രവാചകൻ സമ്മാനിച്ച മഹത്തരമായ പദസമ്പത്തുകളുടെ പരിവേശനങ്ങളെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ഗ്രന്ഥം ഒന്ന് മാത്രം മതി ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കാൻ. മനുഷ്യനാവാൻ കഴിയട്ടെ, മനുഷ്യനെ ചിന്തിക്കാൻ കഴിയട്ടെ. മതം ഏതെങ്കിലും ആവട്ടെ, മനസ്സ് നന്നായാൽ മതി. എല്ലാവർക്കും ഫിലിപ്പമ്പാടിന്റെ സ്നേഹവും നന്ദിയും കാംക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന നിസ്കാരങ്ങളിലും എന്നെ കൂടെ ഓർക്കുക.